ഓക്കെ, തുടങ്ങാം അല്ലെ. ഓക്കെ, നമ്മള് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് പഠിച്ചുകൊണ്ടായിരുന്നത്. റൈറ്റ്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയില് ടോട്ടൽ 5 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. റൈറ്റ് അല്ലെ. സോ 5 ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് ഡിവിഡൻഡ്, രണ്ടാമത്തെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള EPS, മൂന്നാമത്തത് ഗ്രോത്ത് അപ്രോച്ച് ആണ്. ഓക്കെ, സോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് വരുന്നത് അപ്പോഴെങ്ങനെയാ ഇക്വേഷൻ? ഡി ഡിവൈഡഡ് ബൈ P0 എന്ന് എടുക്കുക അല്ലെ. സോ ഡി ഡിവൈഡ് ബൈ P0 എന്നാണ് നമ്മൾ എടുക്കാറ്. സോ ഡി ഡിവൈഡ് ബൈ പി എന്ന് പറയാം. സോ ഡി ഡിവൈഡ് ബൈ പി എന്ന് പറയാം. അപ്പോ ഡി മീൻസ് ഡിവിഡൻഡ് പെർ ഷെയർ സെയിം ആയിരിക്കും എല്ലാ വർഷവും. നമ്മൾ കോൺസ്റ്റന്റ് അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. സോ DPS എടുക്കും. സോ D1 ആയാലും D2 ആയാലും D3 ആയാലും എല്ലാം സെയിം ആ. അതുകൊണ്ട് ഡി എന്ന് എടുത്താൽ മതി അവിടെ. ഓക്കെ അല്ലേ. ആൻഡ് ഡിവൈഡഡ് ബൈ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ ടേക്കിംഗ് ഇഷ്യൂ പ്രൈസ് മൈനസ് പുതിയ ഷെയർ ഓഫ് ആണെങ്കിൽ ഇഷ്യൂ പ്രൈസ് മൈനസ് എന്താ എടുക്കും? ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ ബ്രോക്കറേജ് കൺസിഡർ ചെയ്യണം അല്ലെ. യെസ്. അപ്പൊ അത് ഇക്വിറ്റി കെ കണ്ടുപിടിക്കുന്ന എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രോക്കറേജ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബ്രോക്കറേജിന്റെ പാർട്ട് ഒഴിവാക്കിയ K6 കിട്ടും. പിന്നെ ഗ്രോത്ത് അപ്രോച്ചിൽ D1 ഡിവൈഡഡ് ബൈ P0 പ്ലസ് G വരും. ക്ലിയർ. സോ D1 മീൻസ് നെക്സ്റ്റ് ഇയറിന്റെ എക്സ്പെക്ടഡ് ഡിവിഡൻഡ് ആണ്. സോ D1 ആണ്. D1 മീൻസ് നെക്സ്റ്റ് ഇയർ എക്സ്പെക്ടഡ് ഡിവിഡൻഡ്. സോ ഓൾറെഡി നിങ്ങൾ D0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് ഇൻറ്റു 1 + G ചെയ്താൽ മതി. ഇപ്പൊ ചിലപ്പോൾ അവര് ഡയറക്ട്ലി D1 ഇത്രയാണെന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ 14.19 വന്നിട്ട് മീൻസ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. സോ ഗ്രോത്ത് ആഡ് ചെയ്ത 15.04 എങ്ങാണ്ട് വരുന്നുണ്ട്. ബട്ട് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി അവർ പറഞ്ഞു 15 ആണ് നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡ്. ഓക്കെ, സോ അങ്ങനെ 15 തന്നെ എടുത്താൽ മതി. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ D1 ബൈ P0 പ്ലസ് G ഒന്ന് ക്ലിയർ ആണ്. നെക്സ്റ്റ് D ഡിവൈഡ് ബൈ P0 എടുക്കുന്നുണ്ട്. അതേപോലെ E ഡിവൈഡ് ബൈ P0 എടുക്കുന്നുണ്ട് അല്ലെ. സോ ഇതിലെല്ലാത്തിലും നിങ്ങൾ -F കൊടുക്കുമ്പോൾ മീൻസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊടുക്കണം. ഇതില് KE ആണ്, KR ആണെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ. ആൻഡ് താഴെ എടുക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് എടുത്താൽ മതി. റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിൽ സെറ്റാണ്. ഇനി 2 മെത്തേഡും കൂടി പഠിക്കാനുണ്ട്. സോ KE കണ്ടുപിടിക്കുന്നതിൽ 2 മെത്തേഡും കൂടി പഠിക്കാനുണ്ട്. സോ KE ആൻഡ് KR ഓൾമോസ്റ്റ് സിമിലർ ആണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് KEയും KR ഈക്വൽ ആയിട്ട് എടുക്കാം അല്ലെ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാരണം മാത്രമേ ഇതൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. സോ KE ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു KR എന്ന് പറയാം. ചിലപ്പോൾ ഈക്വൽ ആവാം ഓർ ഗ്രേറ്റർ ആവാം. KE വിൽ ബി ഗ്രേറ്റർ. നെക്സ്റ്റ് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് എന്നുള്ളതാണ് 4ാമത്തെ അപ്രോച്ച് നമുക്ക്. ഒന്ന് ആൻഡ് വൺ മോർ തിങ്, CAPM മോഡൽ എന്ന് പറയും. അതായത് നമ്മൾ റിസ്കിന് കാരണം, റിസ്ക് എടുക്കുന്ന കാരണം റിസ്കിനനുസരിച്ച് ഒരു പ്രീമിയം കിട്ടണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് നോക്കാം. റിയലൈസ്ഡ് ഈൽഡ് ഇസ് സെയിം ആസ് YTM മെത്തേഡ്. ക്ലിയർ ആണോ? YTM മെത്തേഡ് പഠിച്ചില്ലേ? സോ ഇങ്ങനെ നമ്മൾ ഓരോന്ന് എഴുതും. എന്തൊക്കെയാണ് ഭാവിയിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ്, അതിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തെടുക്കാറില്ലേ? യെസ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ റിയലൈസ്ഡ് ഈൽഡ് ആണ്. അതായത് ഒരാൾ ഷെയർ വാങ്ങിച്ചു, ആ ഷെയർ വാങ്ങിച്ച് ഇത്രയും കാലം ഇങ്ങനെ കിട്ടി, ആൻഡ് കുറച്ചു കാലം കഴിഞ്ഞിട്ടും ഇയാൾ ഈ ഷെയർ ഇത്രയും വിറ്റു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. അതായത് ആദ്യത്തെ ഇയറിൽ സ്റ്റാർട്ടിങ്ങിൽ ഇയാൾ ഷെയർ വാങ്ങിച്ചു, അടുത്ത ഒരു 5 വർഷം ഇയാൾക്ക് ഷെയറിന് ഇങ്ങോട്ടേക്ക് ഡിവിഡൻഡ് ആയിട്ട് കുറച്ച് എമൗണ്ട് കിട്ടി. ലാസ്റ്റ് ഇയർ വരുന്ന സമയത്ത് ഇയാളെ ഷെയർ വിറ്റു. അപ്പോഴും ഒരു ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്. സോ ഈ വരുന്ന ക്യാഷ് ഫ്ലോസിനെല്ലാം 0th ഇയറിലേക്ക് മാറ്റും. അപ്പൊ എത്രയാണ് ഏകദേശം KE മീൻസ് കിട്ടുന്ന ഈൽഡ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ എത്ര വെച്ചിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടായിരുന്നു മനസ്സിലാവും. അതായത് നേരത്തെ ഒക്കെ നമ്മൾ എന്താ ഭാവിയിൽ ഇത്ര വരും എന്ന് പറയുന്നതിന് പകരം ഓൾറെഡി കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ആംഗിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കിട്ടിയ ഏർണിങ്സ് മീൻസ് എത്രയാണ് പെർസെന്റേജ് കിട്ടിയത്, അതിന്റെ ആവറേജ് എടുക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കിട്ടിയതിന്റെ ആവറേജ് എടുക്കാം. അത് പെർസെന്റേജസ് ആയതുകൊണ്ട് പെർസെന്റേജിന്റെ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. പെർസെന്റേജിന്റെ ആവറേജ് മീൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ബട്ട് പെർസെന്റേജസ് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്പീഡ് വരുന്ന സമയത്ത് ഏതാ എടുക്കുക? ആവറേജ് സ്പീഡ് എന്ത്?
പറഞ്ഞു. സ്പീഡ് ഇപ്പൊ ഒരാള് അങ്ങോട്ടേക്ക് 20 കിലോമീറ്ററിൽ സ്പീഡിൽ പോവാ, ഇങ്ങോട്ട് വരുമ്പോ 30 കിലോമീറ്റർ പോവാ. അപ്പൊ ആവറേജ് സ്പീഡ് എടുക്കുമ്പോ 25 അല്ല, 24 വരുന്നത്. HML എടുക്കാം. അതേപോലെ റേഷ്യോസോ പെർസെന്റേജസോ ആണെങ്കിൽ നമ്മൾ ജോമെട്രിക് മീൻ എടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജോമെട്രിക് മീൻ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഒന്നത് ആവറേജ് റിട്ടേൺ എടുക്കണമെന്നാണ് ഉദ്ദേശം. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കിട്ടിയതിന്റെ ആവറേജ് റിട്ടേൺ എടുക്കണം. ക്ലിയർ അല്ലേ? യെസ്. സോ ഹെഡിങ് കൊടുത്തു, റിയലൈസ്ഡ് yield approach. Realized yield approach. According to this approach, according to this approach, according to this approach, average rate of return, according to this approach, average rate of return realized in the past years, according to this approach, average rate of return realized in the past few years is regarded as expected return in future. മനസ്സിലായ? അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ എത്രയാണോ റിട്ടേൺ ഉണ്ടാക്കിയത് അതിന്റെ ആവറേജ് എടുക്കുകയാണ്. സോ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഭാവിയിലും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. സോ ദ KE വിൽ ബി സെയിം എന്ന രീതിയിലാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, it computes KE based on past records of dividends actually realized by the shareholders. It computes KE based on past records of dividends actually realized by shareholders. Okay, done. So നമുക്ക് illustration 10 ചെയ്യാം. ഏതിക്കോ illustration 10. Yeah. Mr. Mehra had purchased a share of Alpha Limited for 1,000 rupees. Okay. ആൾ 1000 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. He received a dividend for a period of 5 years at the rate of 10%. Okay. സോ ആൾക്ക് 10% എന്ന രീതിയിൽ 5 വർഷം ഡിവിഡൻഡ് കിട്ടി എന്ന് പറയുമ്പോൾ 5 വർഷം എത്ര വെച്ച് കിട്ടി? 100 വെച്ച് കിട്ടി. ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവില്ലല്ലോ. സോ ടാക്സ് കൺസിഡർ ചെയ്യുന്ന. സോ 100 എന്നിട്ട് തീർക്കാം. At the end of the 5th year, he sold the share of Alpha Limited for 1128. So 5th year ആകുമ്പോഴേക്കും ഇയാൾക്ക് കിട്ടുന്ന ഇൻഫ്ലോ എത്രയാണ്? 1728. You are required to compute the cost of equity as per realized yield approach. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിൽ കിട്ടിയ മീൻസ് ഇപ്പൊ 0th ഇയറിൽ ഇറ്റ് ഈസ് 1000, നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് 1000 റുപ്പീസിനാണ് സാധനം വാങ്ങിച്ചത്. ഓക്കെ. അപ്പൊ ഇയാള് ഓരോ വർഷങ്ങളിലും ഇയാൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എങ്ങനെയാന്ന് വെച്ചാൽ 100 വെച്ച് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ഇയർ എത്ര കിട്ടും? 1128 കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ നമ്മൾ ബോണ്ടിനൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ പ്രസന്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കും. ഓക്കെ ആണോ? യെസ്. ആദ്യം ഒന്ന് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ പ്രസന്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. ആക്ച്വലി ഇവിടെ IRR ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? IRR ആണ്. നോക്ക്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത IRR കണ്ടുപിടിച്ച്. അതായത് YTM മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ ഞാൻ പറഞ്ഞത്? YTM മെത്തേഡ്, സോറി, റിയലൈസ്ഡ് yield approach സെയിം ആസ് YTM മെത്തേഡ്. YTM മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? IRR അല്ല, 2 NPV എടുത്തിട്ട് IRR എടുക്കും. ഇത് തന്നെയാണ് KD KP എന്നൊക്കെ പറയാറ്. സെയിം വേ ആണ് ഇവിടെ വരുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ് നോക്കാം. അതായത് 100 വെച്ചിട്ട് വരുന്നുണ്ട് അല്ലെ. ആൻഡ് കയ്യിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കയ്യിൽ നിന്ന് പോയത് എത്രയാ? 1000 റുപ്പീസ് പോയിട്ടുണ്ട്. അപ്പൊ 1000 രൂപ പോയിട്ട് എനിക്ക് 100 വെച്ച് കിട്ടുകയും ലാസ്റ്റ് 1128 കിട്ടുന്നുണ്ട്. അപ്പൊ ക്യാഷ് ഔട്ട്ഫ്ലോ ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈക്വൽ ടു പ്രസന്റ് ക്യാഷ് എന്താണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പേഴ്സൺ വെച്ച് ചെയ്യണം. ക്ലിയർ ആണോ? ഇപ്പൊ 2% വേണ്ട ഇവിടെ. മനസ്സിലായടാ? വൈറ്റ് നമ്മുടെ IRR കണ്ടുപിടിക്കാൻ എന്ത് വേണം? അപ്പൊ ഇവിടെ ഏതൊക്കെ 2% എടുക്കാന്നുള്ളത് നാച്ചുറലി ഡൗട്ട് വരും. ക്ലിയർ അല്ലേ? ഏതൊക്കെ പെർസെന്റ്? ഇപ്പൊ 5, 6 എടുക്കണോ 7, 8 എടുക്കണോ ഒന്നും അറിയില്ല. അപ്പൊ ഈവൻ ഇൻ ഇക്വിറ്റിയുടെ ക്വസ്റ്റൻ ആണെങ്കിലും നിങ്ങൾ പ്രിഫറൻസ് ഡിവിഡന്റിന്റെ ഇത് പഠിച്ചിട്ടില്ലേ? പ്രിഫറൻസ് ഡിവിഡന്റിന്റെ അപ്രോക്സിമേഷൻ മെത്തേഡ് പഠിച്ചിട്ടില്ലേ? അപ്പൊ അവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഡിവിഡന്റ് ആണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഡിവിഡന്റ് ആണ്. ഓക്കെ ആണോ? അല്ലെ? രണ്ടിലും എന്തില്ല? ടാക്സിന്റെ ഇതില്ല. ആൻഡ് പിന്നീട് അങ്ങോട്ടേക്ക് ഇയാൾ വാങ്ങിച്ചത് എത്രയാണ്? 1000-നാ. തിരിച്ചു കിട്ടുമ്പോൾ 1128 കിട്ടുന്നുണ്ട്. സെയിം ആണ്. അതായത് 1000-ന് വാങ്ങിച്ചിട്ട് 1128 കിട്ടുന്നു. സോ റിഡംഷൻ ചെയ്യുന്നത് 1128 എന്ന രീതിയിൽ എടുക്കാം പിന്നീട് വരുന്ന സാധനം. സോ നിങ്ങൾക്ക് ഈവൻ ഇൻ ഇക്വിറ്റിയുടെ ക്വസ്റ്റ്യനില് പ്രിഫറൻസിന്റെ നമ്മുടെ അപ്രോക്സിമേഷൻ മെത്തേഡിൽ ഇക്വേഷൻ ഇല്ലേ? ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര പെർസെന്റേജ് എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? സോ ജസ്റ്റ് അപ്രോക്സിമേഷൻ മെത്തേഡ് പോലെ നിങ്ങളൊന്ന് ജസ്റ്റ് വാല്യൂസ് ഇട്ട് നോക്കി. അപ്രോക്സിമേഷൻ മെത്തേഡിൽ നമുക്ക് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതില് KE വിൽ ബി ഡിവിഡൻഡ് എത്രയാ വരുന്നത്? 100 അല്ലെ? പ്ലസ് ഈ ഡിഫറൻസ് എത്ര? 128 അല്ലേ? ഡിവൈഡഡ് ബൈ 5. 5 വർഷത്തേക്കല്ലേ വരുന്നത്? 5 വർഷം കൊണ്ടല്ലേ 1128 രൂപ കിട്ടുന്നേ? 1000. അപ്പൊ 128 ബൈ 5 20.6 ഡിവൈഡ് ബൈ ആവറേജ് എത്രയാണ്? 10. ഓക്കെ, സോ ഇറ്റ് ഇസ് ഈക്വൽ ടു, സോ ഡിവിഡൻഡ് 100 ആണ് പ്ലസ് RV മൈനസ് NP ഡിവൈഡ് ബൈ 5. അതന്നെ 1128 ബൈ മൈനസ് 1000 ബൈ 5 25.6 1064 ഏകദേശം 11.88. ഓക്കെ, 11.80% കിട്ടും. സോ അറൌണ്ട് 11 അടുപ്പിച്ചാവാനുള്ള സാധ്യതയാണ്. ഓക്കെ അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരെണ്ണം എടുക്കും, ഒരു 12 വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, 11 വെച്ചിട്ട് വേണമെങ്കിൽ 11 വെച്ച് ചെയ്തോ. 12 വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ഓഫ് എത്രയാണ് NPV വരുന്നത്? സീറോത്ത് ഇയറിൽ 1000 ആണ് ഔട്ട്ഫ്ലോ. 1 പ്രസന്റ് വാല്യൂ ഫാക്ടർ 1000. ക്ലിയർ? ഇപ്പൊ ഇൻവെസ്റ്ററിന്റെ പോയിന്റിൽ ആലോചിച്ചാണ് 1000 രൂപയ്ക്കാണ് ആള് സാധനം വാങ്ങിച്ചത്, റൈറ്റ്? സോ 1 to 5 വരെ ആൾക്ക് 100 രൂപ കിട്ടുന്നുണ്ട് അല്ലെ? എത്രയായിരിക്കും നമ്മുടെ PVAF? 12% വെച്ചിട്ടാ ചെയ്യുന്നത് കേട്ടോ. എത്രയാ PVAF? 3.604. അപ്പൊ ഇവിടെ 360.4 ആണോ? ലാസ്റ്റ് 5th ഇയറിൽ 1128 കിട്ടുന്നുണ്ട്. അത്ര PVF വരെ 0.567. ക്ലിയർ? 0.567. സോ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ 0.567 into 1128. അതെ, ഓക്കെ, 639.57. സോ നെക്സ്റ്റ് നെറ്റ് ഇഫക്ട് നോക്കി എത്രയായിരുന്നു? ഓൾമോസ്റ്റ് 0 തന്നെ വരുന്നുണ്ട്. 0.5 ചെറിയ വാല്യൂ ഉള്ളൂ. സോ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ തന്നെ കിട്ടുന്നുണ്ട്. എപ്പോ എടുക്കുമ്പോൾ 12 എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നില്ലേ? മനസ്സിലായോ? സോ എക്സാക്ട്ലി 0 കിട്ടുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു വാല്യൂ കൂടി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 13 11 ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല.
ഡയറക്റ്റ് ആയിട്ട് പറയാൻ 12 തന്നെയാണെന്ന്. മനസ്സിലായി? ആക്സിഡന്റലി നമ്മൾ 12 എടുത്തപ്പോൾ 0 കിട്ടി. സോ 12 തന്നെയാണ് ആൻസർ. ഇപ്പൊ 0 അല്ല വേറെ ഒരു വാല്യൂ 50 60 ഒക്കെ ആണെങ്കിൽ നമ്മൾ 11 വെച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് IRR കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഓൾറെഡി നമുക്ക് 12 വെച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടി. ക്ലിയർ ആണോ? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1000 കിട്ടി. യെസ്. സോ താഴെ എഴുതി വെക്കാം. Here present value of inflows equal to present value of outflows at 12%. Here present value of inflow equal to present value of outflow. Okay, yes. Present value of outflow, it's equal to 12%. Therefore, KE equal to 12%. KE equal to 12%. Clear ആണോ? ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആ 12%ന്റെ മീനിങ്ങും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നമുക്ക് ആദ്യത്തെ ഇയറിൽ കിട്ടുന്ന 100 രൂപ എനിക്ക് 4 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റൂലേ? മനസ്സിലായോ? യെസ്. അതേപോലെ രണ്ടാമത്തെ വർഷം കിട്ടുന്ന 100 3 വർഷത്തേക്ക് ചെയ്യാം. അങ്ങനെ ഓരോന്നും എനിക്ക് അത്രയും വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ വർഷം എൻഡ് ആകുമ്പോഴേക്കും എത്ര എത്തും എന്നുള്ളതാണ് ഫസ്റ്റ് നോക്ക്. ശ്രദ്ധിച്ചോ. നമുക്ക് IRR ആയിട്ട് കിട്ടുന്ന വാല്യൂവിന്റെ മീനിങ് തന്നെ ഇങ്ങനെയാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് IRR ആയിട്ട് ഇവിടെ കിട്ടിയ എത്രയാണ്? ഓക്കെ, സോ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1000 ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. ബാങ്കിൽ 5 വർഷം 12% വെച്ച് ഇൻട്രസ്റ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 1000 1.12 എന്ന രീതിയിലല്ലേ ആവും. മനസ്സിലായ? സി ഇഫ് 12% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും 12% വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ 1000 രൂപ എത്രയാവും നോക്കാം. എത്രയാവും? ഇപ്പൊ ബാങ്കിൽ ഇടുകയാണെങ്കിൽ എത്രയാവും? 1762. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇവര് പറയുന്നത് നിങ്ങൾ 1000 രൂപ ഈ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 12% ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ഒക്കെ നിങ്ങൾ വീണ്ടും റീഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അറ്റ് ദ എൻഡ് ഓഫ് 5 years നിങ്ങളുടെ കയ്യിൽ ഏകദേശം ഇതേ എമൗണ്ട് തന്നെ ഉണ്ടാവും. ശ്രദ്ധിക്കുക. മനസ്സിലായ? അതായത് നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്ന 100 ഇല്ലേ, അത് റീഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ 5ാമത്തെ വർഷം എൻഡ് ആവുമ്പോഴേക്കും ഏകദേശം സെയിം ഫ്യൂച്ചർ വാല്യൂലോട്ട് എത്തും എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് നിങ്ങൾ ആദ്യത്തെ ഇയറിൽ നിങ്ങൾക്ക് 100 കിട്ടുമല്ലോ അല്ലെ? അപ്പൊ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന 100 എനിക്ക് എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? 4 വർഷത്തേക്കല്ലേ പറ്റും. ഫസ്റ്റ് ഇയർ എൻഡിലല്ലേ കിട്ടുന്നത്. അപ്പൊ 4 വർഷം എനിക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാലോ. സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന 100 എനിക്ക് 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. തേർഡ് ഇയറിൽ കിട്ടുന്നത് 100 ഇൻറ്റു 1.12 അതേപോലെ നെക്സ്റ്റ് ഇയർ 1.12 സെറ്റ് ആണോ? ആൻഡ് ലാസ്റ്റ് ഇയറിൽ വരുന്ന 5ാമത്തെ ഇയറിൽ നിങ്ങൾക്ക് എത്രയാണ് പൈസ വരുന്നത്? 100 വരുന്നുണ്ട്. 100 പ്ലസ് 1128 വരുന്നില്ലേ? അപ്പൊ ടോട്ടല് ഫ്യൂച്ചറിൽ 5ാമത്തെ ഇയർ ആകുമ്പോഴേക്കും 1228 രൂപയും കൂടി കിട്ടുന്നുണ്ട്. സെറ്റ് ആണോ? അപ്പൊ നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 100 ഇൻറ്റു 1.12 നോക്കാം. എത്രയാ വരുന്നത്? എന്താണ്? ഓക്കെ, 157.35. നെക്സ്റ്റ് 140.49 and 120 or 30. 125 and last 112. എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഏകദേശം 1762 or 63
അല്ലേ? 1763.28 ക്ലിയർ ആണോ? സോ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ 12% മീനിങ് മനസ്സിലായോ? ഇനി അങ്ങോട്ടേക്ക് IRR എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് മീനിങ്. ക്ലിയർ അല്ലേ? എല്ലാ വർഷവും വരുന്ന എമൗണ്ടിന് നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ്മെന്റ് ചെയ്ത്. സോ ഇവിടെ ഒരു അസംഷൻ ഉണ്ട്, റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്. സെറ്റ് അല്ലേ? മനസ്സിലായോ? ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിയാ ഇവിടെ എന്തുണ്ട്? റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ ഉണ്ട്. നമ്മളെ എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുവരെ KD കണ്ടുപിടിച്ചെടുത്ത്, KP കണ്ടുപിടിച്ചെടുത്ത് YTM മെത്തേഡിൽ. ഇവിടെ IR മീൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കണ്ടുപിടിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. നമുക്ക് ഇടക്കാലത്ത് കിട്ടുന്ന ആ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന അസംഷനിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ IRR കിട്ടുന്നു. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? സോ 12% വെച്ച് കിട്ടുന്നപ്പോൾ ഇടക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ 100 കിട്ടിയാൽ അത് റീഇൻവെസ്റ്റ്മെന്റ് നടത്തും. ആൻഡ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ഇപ്പൊ പറഞ്ഞിടത്ത് എല്ലായിടത്തും വി ആർ അസ്യൂമിങ് ദാറ്റ് എന്തിലാണോ ഇപ്പൊ 12% അല്ലേ IRR കിട്ടിയേ, ആ പെർസെന്റേജ് തന്നെയാണ് റീഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. മനസ്സിലായോ? ഇപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ എന്തിൽ തന്നെയാണ്? അറ്റ് IRR itself. ശ്രദ്ധിച്ചോ? നിങ്ങൾ ഇവിടെ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തിൽ തന്നെയാണ്? നിങ്ങൾക്ക് 12% തന്നെയല്ലേ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? ക്ലിയർ ആണോ? പിന്നീട് നിങ്ങൾ ഇത് പഠിക്കും, ഏതാണ് ഇൻവെസ്റ്റ്മെന്റ് ചാപ്റ്റർ. അതിൽ നമ്മൾ പറയും ഇവിടെ ഈ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന അതേ റിട്ടേൺ തന്നെ ആയിരിക്കില്ല നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇടക്ക് കിട്ടുന്ന 100 രൂപയല്ലേ, അത് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 12% തന്നെ അല്ല കിട്ടുക. കമ്പനീനെ ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പനി ഇത് മാറും. അപ്പൊ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ് വിചാരിച്ചോ. ശ്രദ്ധിക്കോ, ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. ക്ലിയർ ആണോ? ശ്രദ്ധിച്ചേട്ടെ. കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ is WACC is 10%. ഓക്കെ, വേറൊരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം. ഓക്കെ, വേറൊരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കാം. ആ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന റിട്ടേൺ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്തു? 10% വെച്ചിട്ട് NPV കാണുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ 12% ആണ് ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ വിചാരിച്ചോ. ശ്രദ്ധിക്കും, ഇവിടെ IRR കൂടുതലല്ലേ? ഇവിടെ കോസ്റ്റ് 10% കമ്പനിയുടെ. ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ എത്രയാ? 12%. അപ്പൊ നിങ്ങൾക്ക് ബെറ്റർ അല്ലേ? റിട്ടേൺ കൂടുതൽ കിട്ടുന്നില്ലേ? യെസ്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യോ? 12% വെച്ചിട്ട് നിങ്ങൾ NPV കാണും. NPV കാണുന്ന എപ്പോഴും ആ കമ്പനിയുടെ കോസ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ NPV എന്ത് കിട്ടും? പോസിറ്റീവ് അല്ലേ കിട്ടും? മനസ്സിലായോ? സോ ഈ കമ്പനിക്ക് അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള NPV ആയിരിക്കും അല്ലേ? മനസ്സിലായ? സിറ്റുവേഷൻ നോക്കുക. ഒരു കമ്പനി ഉണ്ട്, വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്, ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന റിട്ടേൺ 12%. നാച്ചുറലി 10% ചെലവുള്ള ഒരു കമ്പനിക്ക് 12% കിട്ടാൻ പറഞ്ഞാൽ ലാഭമാണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിനെ കമ്പനി ഇവാലുവേറ്റ് ചെയ്യുന്നത് 10% കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. അപ്പോ 10%ഉം 12% ആയതുകൊണ്ട് എന്തായാലും ബെനിഫിഷ്യൽ ആണ്. NPV എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 10% വെച്ച് ചെയ്ത് നോക്കും, NPV കിട്ടും. ഒരു 12% 13% വെച്ച് ചെയ്ത് നോക്കും, അപ്പൊ നെഗറ്റീവ് കിട്ടും. എന്നിട്ട് രണ്ടും വെച്ചിട്ടാണ് IRR കണ്ടുപിടിക്കുന്നത് അല്ലെ? സോ ഓൾറെഡി 12% ആണ് അവിടുന്ന് കിട്ടുന്ന റിട്ടേൺ. ഓക്കെ, ആൻഡ് 10% ആണ് എന്താണ്? കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇവിടെയും നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്, അത് റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഇൻവെസ്റ്റ്മെന്റിന് അതേ റിട്ടേണിലാണ്. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടുന്നത് കമ്പനി എന്ത് ചെയ്യുന്നു? അതേ ഇൻവെസ്റ്റ്മെന്റിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള അസംഷനിലാണ് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ കാര്യവും ഉള്ളത്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൈസ കമ്പനിക്ക് കിട്ടുന്നു. ക്ലിയർ? കമ്പനി വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, കമ്പനി എന്ത് ചെയ്യാം? വേറെ എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ കമ്പനി വിൽ മേക്ക് ഷുവർ ദാറ്റ് അവർക്ക് എത്ര കിട്ടുന്നു? അറ്റ്ലീസ്റ്റ് 10% കിട്ടുമെന്ന് മേക്ക് ഷുവർ ചെയ്യില്ലേ? മനസ്സിലായോ? എടാ ശ്രദ്ധിക്ക്, കമ്പനി ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, 12% ആ ഇൻവെസ്റ്റ്മെന്റ് തരുന്നത്. അപ്പൊ വീണ്ടും കിട്ടുന്ന പൈസ, ഇടയ്ക്ക് കിട്ടുന്ന ഡിവിഡൻഡോ റിട്ടേണോ വീണ്ടും അതേ ഇൻവെസ്റ്റ്മെന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വീണ്ടും 12% തന്നെയല്ലേ കിട്ടുക. സോ എപ്പോഴും 12 കിട്ടുക. ആ രീതിക്കാണ് നമ്മൾ ഇതുവരെ എല്ലാം കണ്ടുപിടിച്ചത്. സോ റീഇൻവെസ്റ്റ്മെന്റ് ഇസ് ഹാപ്പനിങ് അറ്റ് ദാറ്റ് IRR itself എന്ന പോലെയാണ് ഇതുവരെ എല്ലാം ചെയ്തത്. ഓക്കെ, ബട്ട് പിന്നീട് നമ്മൾ മോഡിഫൈഡ് IRR എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിക്കും.
മോഡിഫൈഡ് IRR എന്ന് പറഞ്ഞിട്ട് IRR മോഡിഫൈ ചെയ്യുക. സോ അവിടെയുള്ള അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ കമ്പനി അതേ റിട്ടേൺ തന്നെ കിട്ടണമെന്നില്ല. ഇടക്ക് കിട്ടുന്ന 100 രൂപ 200 രൂപ ഇല്ലേ, അതേ ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കിട്ടി റിട്ടേൺ 100 രൂപ, കമ്പനിക്ക് വേറെ സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? യെസ്. അപ്പോ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യും. വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി എന്ത് മേക്ക് ഷുവർ ചെയ്യും? അവരുടെ ചെലവ് 10 അല്ലേ, അപ്പൊ അറ്റ്ലീസ്റ്റ് ആ 10% കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും കമ്പനി എന്ത് ചെയ്യുക, റീഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ക്ലിയർ ആണോ? മനസ്സിലായോ? സോ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം 10% കിട്ടണം എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ പിന്നീട് MIRR എന്ന് പറഞ്ഞിട്ട് മോഡിഫൈഡ് IRR പഠിക്കുമ്പോൾ ഈ സാധനം കണ്ടോ, ഇവിടെ നമ്മൾ എല്ലാ വർഷവും 12% വെച്ചിട്ടല്ലേ പോകുന്നത്. അതിന് പകരം എല്ലാ വർഷവും എന്ത് ചെയ്യും, ഇടക്ക് കിട്ടുന്ന പൈസ 10% 10% പറഞ്ഞിട്ടായിരിക്കും വരാം. അപ്പൊ ലാസ്റ്റ് ഇവിടെ ഒരു വാല്യൂ കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഡിഫറൻസ് മനസ്സിലായോ? മോഡിഫൈഡ് IRR ആൻഡ് IR. സോ മോഡിഫൈഡ് IRR എന്ന് പറയുമ്പോൾ എന്തിൽ വരും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലാണ് റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. IRR മീൻസ് റീഇൻവെസ്റ്റ്മെന്റിങ് അറ്റ് IRR. ക്ലിയർ? നേരത്തെ 12 കിട്ടിയിട്ട് ആ 12 തന്നെ റീഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ എന്താ മോഡിഫൈഡ് IRR എന്ന് പറയുമ്പോൾ 10%. സെയിം തിങ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. മീൻസ് നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അത് പറഞ്ഞു. ഓക്കെ. സോ ഇവിടെ എന്ത് അസംഷൻ ഉണ്ടെന്ന് മനസ്സിലായി? റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ ഉണ്ട് മനസ്സിലായി. സോ ഇതുള്ളതാണ് ഇത് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് പോയിന്റ് എഴുതിക്കോ. There are ഒരു മിനിറ്റ്. This approach അതായത് റിയലൈസ്ഡ് yield അപ്രോച്ച് എന്നുള്ള അപ്രോച്ച് അല്ലേ, this approach has some unrealistic assumptions. This approach has unrealistic assumption. The realized yield approach has unrealistic assumptions like one, risk faced by the company is same. First one, risk faced by the company is same. Risk faced by the company is same. Okay. Shareholders expect the same return, same rate of return. Shareholders expect same return. Okay. And reinvestment rate is same as realized yield. Reinvestment is same as realized yield. Okay. So 3 unrealistic assumptions ഉണ്ട്. ഫസ്റ്റ് വൺ നോക്ക്, റിസ്ക് ഫേസ്ഡ് ബൈ ദ കമ്പനി is same. എല്ലാ വർഷവും ഇപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങളിലെ റിട്ടേൺ തന്നെയാണ് ഭാവിയിൽ വരാന്നല്ലേ പറഞ്ഞത്. അപ്പൊ കമ്പനി സെയിം റിസ്ക് ഫേസ് ചെയ്യുന്നതുകൊണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. സോ റിസ്ക് ഒന്നും കൂടുതലൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് പണ്ടത്തെ അതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ കമ്പനി കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരാളാന്ന് വിചാരിച്ചോ, പണ്ട് എടുത്ത പോലെയല്ല. ഇപ്പൊ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേടി കൂടും. അവർ എന്ത് ചെയ്യും, കുറച്ചുകൂടി റിട്ടേൺ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് നേരത്തെക്കാളും. രണ്ടാമത്തെ പോയിന്റ് എന്താ, പീപ്പിൾ ആർ എക്സ്പെക്ടിങ് സെയിം റേറ്റ് ഓഫ് റിട്ടേൺ. മുമ്പ് എന്താണോ കിട്ടിയത് അത് തന്നെയാണ് ഇനിയും ഭാവിയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ് എന്താ, റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഏതിലാ? റിയലൈസ്ഡ് yield-ലാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ IRR കിട്ടിയത് അതിൽ തന്നെയാണ് റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നൊരു അസംഷൻ ഉണ്ട്. സോ ഇത് 3 നടക്കുന്നതുകൊണ്ട് മാത്രമാണ്, ഇത് 3 അസംഷൻ ബേസ് ചെയ്തിട്ടാണ് റിയലൈസ്ഡ് yield എക്സ്പെക്ട്. മനസ്സിലായോ? റിയലൈസ്ഡ് yield വെച്ചിട്ട് നിങ്ങൾക്ക് KE കണ്ടുപിടിക്കാം എന്ന് പറയാം. നെക്സ്റ്റ്, അപ്പൊ ഇതൊക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് മോഡിഫൈഡ് IRR കൂടി ഇവിടെ കവർ ആയി. ആൻഡ് റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ എന്ന് പറഞ്ഞ സാധനം കവർ ആയി. സോ ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ ടോട്ടൽ 4th ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്ന 4ാമത്തെ ചാപ്റ്റർ അല്ലേ. ശരി, നമ്മൾ ലിവറേജ് എടുത്തു, റേഷ്യോ എടുത്തു, ക്യാപിറ്റൽ സ്ട്രക്ചറും ഫുൾ ആയില്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ NPV കണ്ടുപിടിക്കുക, ഒന്ന്.
IRR കണ്ടുപിടിക്കുക, മോഡിഫൈഡ് IRR കണ്ടുപിടിക്കുക, ഇത് തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇനി ക്യാഷ് ഫ്ലോസ് എങ്ങനെ കിട്ടുന്നു മാത്രമേ. ഫസ്റ്റ് ഇയർ ഇത്ര ക്യാഷ് ഫ്ലോ, സെക്കൻഡ് ഇയർ ഇത്ര ക്യാഷ് ഫ്ലോ എന്ന് തരുന്നതിന് പകരം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? സോ ആ ചാപ്റ്ററിന്റെ ഇൻട്രോ കൂടി ആയി. ഓക്കെ, ആൻഡ് ഓൾറെഡി നമ്മൾ ഡിവിഡൻഡ് ചാപ്റ്ററിന്റെ കണക്ഷനും പഠിച്ചു. ഓക്കെ, D/P0, D1/P0 പ്ലസ് G പഠിച്ചില്ലേ? ഇതൊക്കെ അവിടെയും വരുന്നതാ. സോ ഇപ്പൊ ഈ പഠിച്ച സാധനങ്ങളിൽ കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഡിവിഡൻഡ് ചാപ്റ്ററിൽ വരുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒക്കെ പഠിച്ചുകൊണ്ട് ഡിവിഡൻഡ് ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്. സോ മോസ്റ്റ്ലി അത് ഞാൻ ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്ററാണ്. സോ ടോട്ടൽ 7 ചാപ്റ്റർ ഉള്ളൂ. 7 4-മത്തേത്. ഓക്കെ അല്ലേ? 4-മത്തേത് 5-മത്തേത് മീൻസ് ഞാൻ ഇൻവെസ്റ്റ്മെന്റും വർക്കിംഗ് ക്യാപിറ്റലും മിക്സ് ചെയ്തിട്ട് എടുക്കും. ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്ററാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് മോസ്റ്റ് ലാസ്റ്റ് എടുക്കുള്ളൂ. സാധാരണ ഫസ്റ്റ് എടുക്കാം, ലാസ്റ്റ് എടുക്കാം. നമുക്ക് ലാസ്റ്റ് ഒരു കോൺഫിഡൻസിൽ പോവാം. ഈസിയസ്റ്റ് ചാപ്റ്ററാണ്. ഓൾറെഡി ഞങ്ങൾ KE ഇതൊക്കെ പഠിച്ചോണ്ട് ഇപ്പൊ ടോട്ടൽ 7 ചാപ്റ്റർ ആയില്ലേ? നോക്ക്, എല്ലാ ചാപ്റ്ററിനും വെയിറ്റേജ് ആലോചിക്കുകയാണെങ്കിൽ 5 മാർക്ക് 6 മാർക്ക് ഇപ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻ വന്ന ഞാൻ ഓൾറെഡി കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട്. 5 മാർക്ക് 6 മാർക്ക് 7 മാർക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ 4 മാർക്ക് എന്നുള്ള രീതിയിൽ മാറിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ടാണെങ്കിൽ എങ്ങനെ വെച്ചാൽ 5 മാർക്കിന്റെ അല്ലെങ്കിൽ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിന്. ഇപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ എന്തായാലും 5 വരുന്നത് 10 ആക്കും. അടുത്തത് 5 ആയിരിക്കാം. അടുത്തത് 6 4 ആവാം. മനസ്സിലായോ? അടുത്ത ലോട്ട് 7 3യുടെ ലോട്ട് ഉണ്ട്. സോ എങ്ങനെ വേണമെങ്കിലും പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഇപ്പൊ 7 ചാപ്റ്ററാ. ഓൺ ആൻ ആവറേജ് എത്ര പറയാം? 5 മാർക്ക്. മനസ്സിലായോ? ഓൺ ആൻ ആവറേജ് 5 മാർക്ക്. ചിലപ്പോൾ ഇപ്പുറത്ത് 6 ആണെങ്കിൽ അപ്പുറത്ത് 4 ചോദിക്കും. അങ്ങനെ. ഓക്കെ, ഈവൻ ഇൻവെസ്റ്റ്മെന്റ് ചാപ്റ്ററിൽ 7 ചോദിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതേ ലോട്ടിൽ ഡിവിഡൻഡ് ചാപ്റ്റർ 3 മാർക്കിന്റെ ചോദിച്ചു. ചിലപ്പോൾ 5 ആവാം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കുക, 5 × 7 35 മാർക്ക് അവിടെ ഇല്ലേ? നമ്മൾ റൈറ്റിംഗ് പാർട്ട് എത്രയും 35 മാർക്ക്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 7 ചാപ്റ്ററിലും ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ ലോട്ടിലുണ്ട്. ഇനി ഇപ്പോ ക്വസ്റ്റ്യൻ എത്ര ഞാൻ പറഞ്ഞു? 35 മാർക്കായി. ഇനി ഒരു പോസിബിലിറ്റിയും കൂടി ഉള്ളത് തിയറി ക്വസ്റ്റ്യൻസാ. 35 മാർക്കാണെങ്കിലും ഇനിയൊരു ലോട്ടും കൂടി വരും. മനസ്സിലായോ? ഇനിയൊരു ലോട്ടും കൂടി നമുക്ക് തരും ക്വസ്റ്റ്യനിൽ. പക്ഷെ അത് ഓപ്ഷണൽ ആയിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് എന്ന രീതിയിൽ 2 തിയറി ഉണ്ടാവും. 2 തിയറി ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച തിയറീസ് ഇല്ലേ? ഇപ്പൊ തന്നെ ഓരോരോ ചാപ്റ്ററിൽ കുറച്ച് തിയറീസ് പഠിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ 35 മാർക്ക് അങ്ങനെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയി. പ്ലസ് തിയറി ബേസ്ഡ് 4 പിന്നെ ഒരു 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മീൻസ് ഓപ്ഷന്റെ ഉള്ളിൽ ഓപ്ഷൻസ്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് ലോട്ടില് ലാസ്റ്റ് ലോട്ടില് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ 2 or 2 എന്ന രീതിയിൽ വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ 2 ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇത് 2 എഴുതണം. സോ ടോട്ടൽ 10 മാർക്ക്. ക്ലിയർ ആണോ? യെസ്. മോസ്റ്റ് ഓഫ് ദ കേസസ് തിയറി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നേരെ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഈ ലോട്ട് സ്കിപ്പ് ചെയ്യും. അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച സാധനങ്ങളായിരിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ, ഇപ്പൊ വാട്ട് ആർ അസംഷൻസ്, അങ്ങനെ നമ്മൾ ക്ലാസ്സിന്റെ ഇടക്ക് പറയുന്ന കുറെ കാര്യങ്ങളില്ലേ നോട്ട് ചെയ്യിപ്പിക്കുന്നത്, ആ കാര്യങ്ങളായിരിക്കും ഇതിൽ വരാൻ ചാൻസ്. ഓക്കെ, ഓരോ ചാപ്റ്ററിന്റെ ഇടയിൽ പറയുന്നത്. പക്ഷെ ഇത് 2 എക്സാക്ട്ലി പ്രോപ്പർ ആയിട്ട് തിയറി ചാൻസ് ഉണ്ട്. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫുൾ എന്താ പറയുക, പ്രിഫറൻസ് ഷെയർ എന്താ, ഇക്വിറ്റി ഷെയർ എന്താ, അങ്ങനെയുള്ള പല ടേംസ് കേൾക്കും. ഇത് മാത്രമല്ല, ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് അറിയുന്ന ടേംസ് ആണ് തന്നെ. ഇനി കുറച്ചും കൂടി IDR, ADR, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവിടെ. അപ്പൊ അതിന്റെ എല്ലാം ഓരോന്നിന്റെയും എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 100ഓളം പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ 100ഓളം പോയിന്റ്സ് പഠിക്കാനുണ്ട്. പക്ഷെ ഒന്നായിരിക്കും ചോദിക്കും. തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ടാവും. നിങ്ങൾ പഠിച്ച് 100 ക്വസ്റ്റ്യൻ പഠിച്ചാൽ ചിലപ്പോൾ 100 അല്ല 101ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കലിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കിട്ടും. പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ ഒരു പരിധിയിൽ നിൽക്കും. ഓക്കെ, പിന്നെ ഈ 4 മാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ആവാനുള്ള സാധ്യതയുണ്ട്. സെയിം
ഫസ്റ്റ് ചാപ്റ്ററിനോ അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പൊ പഠിച്ച ടോപ്പിക് ഉണ്ടല്ലോ മിസ് ഈ 7 ചാപ്റ്റർ അതൊന്നാവാം കേട്ടോ. ശരി. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ 11. ഇല്ലസ്ട്രേഷൻ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ അറിയോ? പഠിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. പക്ഷെ പെർസെന്റേജ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങള്, ശ്രദ്ധിക്കാം. സോ ഫസ്റ്റ് എഴുതട്ടാ. ഫൈൻഡ് GM of 1, 3, 9. Find GM of 1, 3, 9. ഓക്കെ. സോ ഇതിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? ഫസ്റ്റ് 1 × 3 × 9 എടുക്കും. എന്നിട്ട് ക്യൂബ് റൂട്ട് ഓഫ് 1 × 3 × 9 എല്ലാം അടിക്കുക. തെറ്റാണോ? യെസ്. സോ ക്യൂബ് റൂട്ട് അടിച്ചു നോക്കുമ്പോ എത്ര കിട്ടും? 3 കിട്ടും. ഇത് ഓക്കെ ആണോ? ഫൈൻ. ഇനി ഇതിപ്പോ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? കാരണം 27ന്റെ ക്യൂബ് റൂട്ട് ആയോണ്ടോ. സെറ്റ് അല്ലേ? നമ്മൾ എല്ലാം ഡെവലപ്പ് ചെയ്തോണ്ടോ കൊണ്ടോ. നെക്സ്റ്റ് ഫൈൻഡ് GM of 2, 4, 6. ക്യൂബ് റൂട്ട് ഓഫ് 48 അല്ലേ? യെസ്. ഇനി ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ചെയ്യാൻ അറിയാലോ. യെസ്, അതൊന്ന് സോൾവ് ചെയ്ത് നോക്കി. 48 പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഒന്നും അറിയില്ലേ? ഇന്നത്തെ എക്സാമിനൊക്കെ പഠിക്കാണ്ടത് ക്വസ്റ്റ്യൻ ഉണ്ട്. റൂട്ട് 19 times -1 divided by 3 plus 1 into equal to 19 times. .6 3.63%. ക്ലിയർ ആണോ? 3.63%. സെറ്റ് അല്ലേ? ഡൺ. കുറച്ചും കൂടി മുകളോട്ടുണ്ടോ? ഇത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫൈൻഡ് ആവറേജ് ഓഫ് ആവറേജ് പെർസെൻറ്റേജ് ആണ്. ആവറേജ് പെർസെൻറ്റേജ്. ഫൈൻഡ് ആവറേജ് പെർസെൻറ്റേജ്. ഓക്കെ, ശ്രദ്ധിച്ചോ. 10%, 13%, 18%. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഉള്ള ഒരു മിനിറ്റ്, നിങ്ങൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ല, അതിന്റെ തന്നെ എടുക്കാം. ഒരു മിനിറ്റ് കേട്ടോ, അത് കട്ട് ചെയ്തോ. ഇപ്പൊ ഏതൊക്കെയാ വാല്യൂ എടുത്തത്? 2, 4, 6 അല്ലെ? 2%, 4%, 6%. ഓക്കെ. 2%, 4%, 6%. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെ വരുമ്പോ നമ്മൾ 1.02 into 1.04 into 1.06 എടുത്തിട്ട് ക്യൂബ് റൂട്ട് കാണും. ദാറ്റ് ഈസ് നിങ്ങളിപ്പോ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു വിചാരിക്കും. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് 2% കിട്ടൂലേ? അപ്പൊ എത്ര കിട്ടും? 102. അടുത്ത വർഷം 4% ആകുമ്പോൾ 102ന്റെ മുകളിൽ 4% കിട്ടും. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 100 ശ്രദ്ധിക്കുക ആരാണ്? 100ന്റെ കൂടെ 2% ആഡ് ചെയ്ത് അത്ര 102 അല്ലേ? 102ന്റെ കൂടെ 4% ആഡ് ചെയ്ത് നോക്കി. 106. ഓക്കെ, അത് അതിന്റെ മുകളിൽ 6% ആഡ് ചെയ്യും.
100 ഉള്ളത് 112.4 ശ്രദ്ധിക്കുക. ഇത് വേറെ വേറെ പെർസെന്റേജ് വെച്ച് എത്ര വർഷം കൊണ്ട്? 3 years കൊണ്ടാണ് 112 എത്തിയതല്ലേ? യെസ്. ഒരു സെയിം പെർസെന്റേജ് വെച്ച് 3 വർഷം ആയിരുന്നെങ്കിൽ 112 ആവാൻ നോക്കുക. സെയിം പെർസെന്റേജ് 100 ഇൻറ്റു ഏതോ ഒരു സെയിം പെർസെന്റേജ് വെച്ച് 3 years കൊണ്ട് എത്ര ആവണം? നമുക്ക് 112.44 ആവണം. ഇതാണ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ വർഷവും യു ഷുഡ് ഗെറ്റ് സെയിം പെർസെന്റേജ്. ഓക്കെ. സോ ഒരു വർഷം 2, പിന്നെ 4, 6 കിട്ടുന്നതും. ഓക്കെ. സോ ഒരേ പെർസെന്റേജ് തന്നെ 3 വർഷവും കിട്ടണം. ഓക്കെ അല്ലെ? അപ്പൊ അതിന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1.02 into 1.04 into 1.06 ഇത് ഈ സാധനം ഇങ്ങോട്ട് എടുത്ത് നോക്കിയാല് ഇത് നമുക്കൊന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ഇത് എത്ര വരുന്നത്? 1 + i whole raised to 3 എത്രയാ? 1.1244 അല്ലേ കിട്ടാ? ഓക്കെ ആണോ? അപ്പൊ i എത്രയാന്ന് ചോദിച്ചാൽ ലാസ്റ്റ് എന്താ കിട്ടാ? ക്യൂബ് റൂട്ട് ഓഫ് 1.1244 അല്ലെ? മൈനസ് എന്ത് ചെയ്യണം? 1 ചെയ്യണ്ടേ? ശ്രദ്ധിക്കുക, ഇതേ സാധനം തന്നെയല്ലേ നമ്മൾ ഇവിടെ. എടാ ഇത് നോക്കി 1.02 into 1.04 into 1.06 എത്രയാ? ചെക്ക് ചെയ്യ്. 1.1244 അല്ലേ? മനസ്സിലായ? സോ എന്തുകൊണ്ടാണ് ഇത് എടുത്തന്നെ മനസ്സിലായ? ഓക്കെ. സോ ഇങ്ങനെ എടുക്കുക. ഓക്കെ. അപ്പോ ഇതൊന്ന് ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചേ. ഇത് ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചേ. നമ്മുടെ മെത്തേഡിൽ 19 ടൈംസ് റൂട്ട് അടിച്ചുണ്ടാക്കി 1.039 398 ആണോ? യെസ്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? -1 ചെയ്യണ്ടേ? സോ I will be 1.0398 minus 1. Answer is 3.98. മനസ്സിലായ? ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഇയർ 2% കൂടി, സെക്കൻഡ് ഇയർ 4% കൂടി, തേർഡ് ഇയർ 6% കൂടുന്നതും സെയിം ആസ് getting 3.98%, 3.98%, 3.98% 3 years. മനസ്സിലായ? അപ്പൊ പെർസെന്റേജസ് വരുമ്പോ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സെറ്റാണ്. ഇതൊന്ന് എഴുതി വെക്ക്. ക്ലിയർ അല്ലേ ദിവ്യ? പറയാം, ഞാൻ ഇതേ സംഭവം വേറെ പറയാം. സെയിം സംഭവം വേറെ എക്സാമ്പിൾ വെച്ചിട്ടും പറയാം കേട്ടോ. സെയിം അതാണ് ഇക്വേഷൻ. nth റൂട്ട് ഓഫ് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലാണ്ട് ഇത് വെച്ചിട്ട് ഇത് ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. 246 ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ 3.63 ആ. അത് നടക്കൂല. അതാ പറഞ്ഞ പെർസെന്റേജ് വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് 246 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യൂബ് റൂട്ട് എടുക്കാൻ പാടില്ല. ഇങ്ങനെ പോണം. നമ്പർ തന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക. പെർസെന്റേജ് എന്നാ ഇതുപോലെ. ഓക്കെ. സോ നോക്ക് 2%, 4%, 6% നോക്കിക്കോട്ടാ. വാട്ട് ഇസ് ആവറേജ് ഓഫ് 2%, 4%, 6%? സോ നമുക്ക് ഫസ്റ്റ് ഇയർ 2% കിട്ടി, സെക്കൻഡ് ഇയർ 4% കിട്ടി, തേർഡ് ഇയർ 6% കിട്ടിയെങ്കിൽ എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് വെച്ച് 3 വർഷം പോവുകയാണെങ്കിൽ അത് വാട്ട് വിൽ ബി ദാറ്റ് പർട്ടിക്കുലർ പെർസെന്റേജ്? അതാണ് ചോദിക്കുന്നത്. ഓക്കെ. സെയിം പെർസെന്റേജ് വെച്ചിട്ട് എന്ത് വേണം? നമുക്ക് എല്ലാ 3 വർഷം കിട്ടണം. സോ 2%, 4%, 6% എന്ന് കിട്ടുന്നതിന് പകരം X% എന്ന രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നോക്കുക. 100 രൂപ നിങ്ങൾ ഫസ്റ്റത്തെ ഇയറിൽ 2% കിട്ടിയാൽ 102 ആവൂലേ? സെക്കൻഡ് ഇയറിൽ 4% കിട്ടാന്ന് പറഞ്ഞാൽ
102ന്റെ മുകളിൽ 4% കൂടും. ഓക്കെ, പിന്നെ ആ വാല്യൂയുടെ മുകളിലായിരിക്കും 6% കൂടുക. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടലി വരുമ്പോൾ 112.44 ആവും. 100 112.44 ആവും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ 100 രൂപ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് വെച്ചിട്ട് 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യണം. സോ ബാങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് വെച്ചിട്ട് 3 ടൈംസ് വരാം. ഓക്കെ, സോ ഫസ്റ്റ് ഇയർ ഇത്ര എക്സ്, സെക്കൻഡ് ഇയർ എക്സ്, തേർഡ് ഇയർ ഓൾസോ എക്സ്. അങ്ങനെയാണെങ്കിൽ 112.44 വരും. സോ ഐ ഈസ് ഈക്വൽ ടു, ഇവിടെ 100 ഇങ്ങോട്ട് എടുത്തു 1.1244. ഈ ക്യൂബ് റൂട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1.1244. ഈ 1 അങ്ങോട്ട് എടുക്കാം. സോ ക്യൂബ് റൂട്ട് ഓഫ് 1.244 മൈനസ് 1 എന്ന രീതിയിൽ വരും. സെറ്റ് ആണോ? യെസ്. ഇത് മനസ്സിലായോ? യെസ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 1.02, ഇവിടെ 2% പറയുമ്പോൾ 1.02 എടുക്കാം, 1.04 എടുക്കാം, 1.06 എടുക്കാം. അപ്പൊ ഓട്ടോമാറ്റിക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.1244 തന്നെ കിട്ടും. സെയിം സംഭവം. ഓക്കെ, അപ്പൊ അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കാം. സോ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ക്യൂബ് റൂട്ട് എടുക്കണ്ടേ? ഫസ്റ്റ് 1.1244 അടിച്ച് 19 ടൈംസ് എന്ത് ചെയ്യണം? റൂട്ട് അടിക്കണം. -1 കൊടുക്കുക, ഡിവൈഡഡ് ബൈ 3 കൊടുക്കുക. സോ ഇവിടെ ക്യൂബ് റൂട്ട് അല്ലേ? യെസ്, ക്യൂബ് റൂട്ട് ആകുമ്പോൾ ഡിവൈഡ് ബൈ 3 എടുക്കുക, പ്ലസ് 1 ഇൻറ്റു ഈക്വൽ ടു എത്ര പ്രാവശ്യം കൊടുക്കണം? 19 ടൈംസ് കൊടുക്കും. സോ ഇൻറ്റു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 90 ടൈംസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.0398 കിട്ടി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായതാ? 1.0398 എന്ന് കിട്ടുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, 2% വരുമ്പോൾ 1.02 അല്ല എടുത്തേ, 4 വരുമ്പോൾ 1.04 അല്ല എടുത്തേ. അപ്പൊ ഇത് എന്തായിരിക്കും? 3.98% ആണ്. ലാസ്റ്റ് എന്ത് ചെയ്യണം? -1 ചെയ്യണം. ക്ലിയർ ആണോ? സോ ക്ലിയർ ലോജിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ടിന്റെ ഇക്വേഷൻ ആണ് അല്ലേ? സോ ഇവിടെ നോക്ക്, 100 into 1 plus I whole raised to 3 should be 112.44. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി 3 ക്യൂബ് റൂട്ട് ഓഫ് 1.1244 മൈനസ് 1 എന്ന് കിട്ടും. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഇപ്പൊ 1 more ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യും. ക്വസ്റ്റ്യൻ ഫൈൻഡ് GM. Find GM. Okay. What percentage? 16%. 4%, 16%. So, plus 1.04 into 1.16 എടുക്കണ്ടേ? യെസ്, ഇവിടെ എത്രാമത്തെ റൂട്ടാടാ? സ്ക്വയർ റൂട്ട് അല്ലേ? സോ 1.04 into 1.16 into സ്ക്വയർ റൂട്ട് ആണ് അല്ലേ? 2. ഇപ്പൊ എത്ര വരിക? റൂട്ട് ഓഫ് 1.09 അല്ല 1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര എടുത്ത്? ഓക്കെ, 0.18 0.198 അല്ലടാ, അത് ലാസ്റ്റ് അല്ലേ? ഓക്കെ, എന്നിട്ട് റൂട്ട് അടിക്കുമ്പോൾ 1.098. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇവിടുന്ന് എത്ര പെർസെന്റ് മനസ്സിലായി? 9.8% മനസ്സിലായില്ലേ? യെസ്. സോ നോക്ക്, ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു വിചാരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഇയർ 4% കിട്ടി, പിന്നത്തെ ഇയർ 16% കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 120.64 അല്ലേ? നോക്ക്, അല്ലേ? 2 വർഷമാകുമ്പോൾ 120.64 കിട്ടിയില്ലേ? അപ്പൊ അതിന് പകരം നിങ്ങൾ 100 ഇട്ടിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ 9.8% കിട്ടി, സെക്കൻഡ് ഇയർ 9.8% കിട്ടി. അപ്പോഴും നിങ്ങൾക്ക് 120.64 ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി കിട്ടും. മനസ്സിലായോ? ഇതാണ് മീനിങ്. ക്ലിയർ അല്ലേ? സെറ്റാണോ? ഡൗട്ട് ഉണ്ടോ? ആരോണേ ക്ലിയറാ? ഇല്ലേ? ഇത് നമ്മൾ ആ 11th ക്വസ്റ്റിനിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഡെവലപ്പ് ആയില്ലേ? കുറച്ച് സെറ്റായി.
ഇനിയിപ്പോ പേഴ്സൻറ്റേജ് ഞാൻ ഇവിടെ ഓൾറെഡി തന്നോണ്ടല്ലേ, ഇനി പേഴ്സൻറ്റേജ് നിങ്ങൾ കാണണം എന്ന രീതിയിൽ വരും. അതായത് സപ്പോസ് ശ്രദ്ധിച്ചോട്ടോ, ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഇയർ 1 ഓക്കെ, ഇയർ 1 ഒരു ഷെയറിന്റെ പ്രൈസ് 9 rupees ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് 1 rupee കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇയർ 1 ലെറ്റ്സ് ടേക്ക് ഫസ്റ്റ് ഇയറിൽ 9 rupees ആണ് സ്റ്റാർട്ടിങ്ങിലെ വാല്യൂ എത്രയാ? 9 rupees. എന്നിട്ട് നിങ്ങൾക്ക് ആ വർഷം 9 രൂപ ഡിവിഡൻഡ് ആയിട്ട് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഇയറും ഷെയറിന്റെ പ്രൈസ് ഏകദേശം ഒരു 9.5 എത്തി. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് 2 ആണ്, ആൻഡ് ഷെയറിന്റെ പ്രൈസ് പിന്നെ വീണ്ടും 10 എത്തി. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, എന്താണ് 9 ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഡിവിഡൻഡ് എത്ര കിട്ടി? 1 rupee കിട്ടി. ആൻഡ് ആ വർഷം എൻഡ് ആകുമ്പോഴേക്കും ഷെയറിന്റെ പ്രൈസ് എത്ര എത്തി? 9.5. നെക്സ്റ്റ് ഇയർ ഈ 9.5ന്റെ മുകളിൽ നിങ്ങൾക്ക് 2 rupees കിട്ടി, ഡിവിഡൻഡ് കിട്ടി. പിന്നെ ഷെയറിന്റെ വാല്യൂ എത്ര കൂടി? 0.5 കൂടി. നോക്ക്, ഈ ക്വസ്റ്റ്യൻ അതേപോലെ പോകുന്നതാണ്. നോക്ക്, ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ പ്രൈസ് പെർ ഷെയർ ഇൻ ദ ബിഗിനിങ് എത്ര ഉണ്ട്? 9 അല്ലേ? ഓക്കെ, ആ വർഷം നമുക്ക് ഡിവിഡൻഡ് എത്ര കിട്ടി? 1 rupee കിട്ടി. ആൻഡ് ആ വർഷം എൻഡ് ആകുമ്പോൾ, ഇത് ബിഗിനിങ് ഓഫ് ദ ഇയർ ആണ് 9, അപ്പൊ എൻഡ് ഓഫ് ദ ഇയർ ആകുമ്പോൾ 9.75 ആയില്ലേ? യെസ്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ആ വർഷം നിങ്ങൾ വിൽക്കുവാണെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ബെനിഫിറ്റ് എത്ര കിട്ടി നോക്കാം. 9 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 1 രൂപയുടെ ഡിവിഡൻഡും കിട്ടി, 0.75 ഷെയറിന്റെ പ്രൈസും കൂടുതലും കിട്ടിയില്ലേ? മനസ്സിലായ? അപ്പോ എടാ 9 രൂപയുടെ സാധനത്തിന് നിങ്ങൾ ഇയർ എൻഡ് ആകുമ്പോ 9.75 കിട്ടും, 1 രൂപയും കിട്ടും, ടോട്ടൽ 10.75 കിട്ടും. സോ ദാറ്റ് മീൻസ് 1.75 rupees ആണ് ഫസ്റ്റ് ഇയറിലെ റിട്ടേൺ. സെറ്റ് ആണോ? ഇനി ഡൗട്ട്? 1.75 മനസ്സിലായ? ആ ഡിവിഡൻഡും കിട്ടുന്നുണ്ട്, ഷെയറിന്റെ വാല്യൂവിൽ വന്ന ഒരു ഇൻക്രിമെന്റ് കാരണം 0.75 കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ 1.75 അല്ലേ റിട്ടേൺ? അപ്പൊ 9 രൂപയുടെ ഷെയറിന്റെ മുകളിൽ 1.75 റിട്ടേൺ കിട്ടാന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റ് കിട്ടുന്ന പോലെയാ? നോക്ക്, മനസ്സിലായ സംഭവം? ആ നോക്കിയൊന്ന്. 9 രൂപയുടെ സാധനത്തിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1.75 ആ. സോ 1.75 ഡിവൈഡഡ് ബൈ 9 എത്രയാ? 19.44 ആണോ? അപ്പൊ എനിക്ക് പറഞ്ഞൂടെ ഫസ്റ്റ് ഇയർ എനിക്ക് വരുന്ന റിട്ടേൺ എത്രയാ? 19.44%. സെറ്റ് ആണോ? ഇതേപോലെ എല്ലാ വർഷത്തെ റിട്ടേൺ നോക്കാം. ശ്രദ്ധിക്കുക, അടുത്ത വർഷം 9.75 അല്ലേ ഉണ്ടായിരുന്നേ? ആ വർഷം നമുക്ക് കിട്ടുന്നത് 1 രൂപയല്ലേ കിട്ടുന്നത്? 1 രൂപ എന്ത് കിട്ടുന്നുണ്ട്? 1 rupeeയുടെ എന്ത് വരുന്നുണ്ട്? ഡിവിഡൻഡ്. ആൻഡ് ആ വർഷം എൻഡ് ആകുമ്പോൾ 9.75 11.5 ആവുന്നില്ലേ? ക്ലിയർ ആണോ? അപ്പൊ ആ വർഷം 9.75 നിങ്ങൾ നോക്കുക, എത്ര? 1 rupee കിട്ടുന്നുണ്ട്, 1.75 വരും, 2.75 വരൂലേ? ടോട്ടൽ എത്ര റിട്ടേൺ വരുന്നത്? 3.75 ആണ്. ക്ലിയർ ആണോ? അല്ലേ? ഇതെത്രയാ ഡിഫറൻസ്? 1.75 ആ, സോറി 1.75 2 പോയിന്റാ? 1.75 ശരി, 1.75 ഇത് എത്രയാ? 1. അപ്പൊ ടോട്ടൽ 2.75, സോറി 2.75. ഏതിന്റെ മുകളിൽ എടുക്കണം? ആ വർഷത്തെ 9.75യുടെ മുകളിൽ. നോക്ക് എത്ര പെർസെന്റേജ് വരുന്നത്? 2.75 ഡിവൈഡ് ബൈ 9.75 അല്ലേ? 28.21 അല്ലേ? അപ്പൊ സെക്കൻഡ് ഇയറിലെ പെർസെന്റേജ് 28.21%. മനസ്സിലായോ? സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? യെസ്. തേർഡ് ഇയറിലോ 1.2 ഉണ്ട്, പക്ഷേ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് നഷ്ടമല്ലേ? 0.7 മാത്രമല്ലേ റിസീവ് ഉള്ളൂ. അപ്പൊ 11.5ന്റെ മുകളിൽ എത്ര വരുന്നേ? സാധനം ശ്രദ്ധിക്കേ, എത്രയാ? 6.08%. അപ്പൊ ക്ലിയർ ആവും. ഇനി ഫോർത്ത് ഇയർ ആലോചിക്ക്. ഫോർത്ത് ഇയർ 11 ഉണ്ടായേ, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1.2
25 കിട്ടും ഫോർത്ത് ഇയർ. സെറ്റാണോ? ഫോർത്ത് ഇയർ പ്ലസ് എന്ത് കിട്ടും? ഇത് മൈനസ് ആ അല്ലേ? അപ്പോ ഇത് ഡിഫറൻസ് എത്രയാ? 1.25ഉം 0.4 എത്രയാ മൈനസ് ചെയ്യുമ്പോ? 0.85 അല്ലേ? 0.85 ഡിവൈഡ് ബൈ 11 എത്രയാ? 7.70 ആണോ? 72. മനസ്സിലായാ? പെർസെന്റേജ് കണ്ട ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇല്ല. ഫസ്റ്റ് ഇയർ നോക്കടാ. 9 രൂപയുടെ സാധനത്തിന് 1 രൂപ കിട്ടിയില്ലേ ഡിവിഡൻഡ്? അത് മാത്രമല്ല 9 രൂപയുടെ സാധനം നമ്മൾ ആ വർഷം എൻഡ് വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 9.75 കിട്ടും. അപ്പൊ ലാഭം എത്രയാ? 0.75 ലാഭം ഉണ്ട്. സോ ടോട്ടൽ ഫസ്റ്റ് ഇയർ തന്നെ വിൽക്കുവാണെങ്കിൽ 1.75 റിട്ടേൺ കിട്ടും. 9 രൂപയുടെ സാധനത്തിനല്ലേ 1.75 റിട്ടേൺ വരുന്നത്. മനസ്സിലായാ? അപ്പൊ 1.75 ഔട്ട് ഓഫ് 9 അടിക്കണം. 19.44. ഇപ്പൊ ഓക്കെ ആണോ എല്ലാവർക്കും? അതേപോലെ നെക്സ്റ്റ് ഇയർ ആലോചിക്കുക. നമുക്ക് നെക്സ്റ്റ് ഇയർ കിട്ടുന്നത് 1 റുപ്പിയാണ്. പ്ലസ് എന്തും കിട്ടും 1.75. സോ ടോട്ടൽ റിട്ടേൺ എത്ര വരും? 2.75 അല്ലേ സെക്കൻഡ് ഇയർ? കമ്പയർ ഇറ്റ് ടു 9.75 ഇൻ ദ ബിഗിനിങ്. എത്രയാ? സോ 9.75 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 28.21 ഒന്നാ. ഇപ്പൊ ഓക്കെ അല്ലേ? സോ ഇങ്ങനെ എല്ലാ വർഷത്തെ പെർസെന്റ് കിട്ടിയില്ലേ? ഈ പെർസെന്റേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണം പഠിച്ചില്ലേ? അതാ ഇവര് ഡയറക്റ്റ്ലി എടുത്ത 1.1944 ഇതൊക്കെ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്തു. സെറ്റാണോ? മനസ്സിലായോ? സോ നിങ്ങൾ ഇപ്പൊ പഠിച്ച എല്ലാം കണക്ട് ചെയ്യാം. കംപ്ലീറ്റ് സാധനങ്ങൾ കണക്ട് ചെയ്യാം. ഫസ്റ്റ് മുതലേ പഠിച്ച സാധനങ്ങൾ കണക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എന്താ പഠിപ്പിച്ചേ? ക്യൂബ് റൂട്ട് എടുക്കണം എന്ന് പഠിച്ചു. പിന്നെ ക്യൂബ് റൂട്ട് എങ്ങനെ എടുക്കണം എന്ന് പഠിച്ചു. ഓക്കെ, പെർസെന്റേജ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പൊ എങ്ങനെയാണ് റിട്ടേൺ ഓരോ വർഷത്തെ പെർസെന്റേജ് കണ്ടുപിടിക്കണം പഠിച്ചു. ക്ലിയർ ആണോ? ഇവരിതാ ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇത് കണ്ടോ? ഇത് നോക്കിയാൽ കൺഫ്യൂഷൻ ആവും. ഇവിടെ ഏതാ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഇത് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു P0 ഉണ്ട് വിചാരിക്കുക, പ്രൈസ്. എടാ ഇവിടെ ശ്രദ്ധിക്കടാ, ഇത് മിസ്സാവില്ലെങ്കിൽ. നവാഫേ അവിടെ നോക്കല്ലേ, ഇവിടെ നോക്കൂ. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങില് 9 രൂപ ഉണ്ട് വിചാരിക്കുക. ഓക്കെ ആണോ? യെസ്. ഇത് പുതിയ നമ്മള് ഡിവിഡൻഡ് ചാപ്റ്ററിൽ വരുന്ന ഒരു ഇക്വേഷൻ കൂടി കവർ അപ്പ്. 9 രൂപ ഉണ്ട്. നിങ്ങൾക്ക് ആ വർഷം ഒരു 10% റിട്ടേൺ കിട്ടുന്നു എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10% എന്ന് പറയുമ്പോൾ 1.1 അല്ലേ? അപ്പൊ ഇത് ശരിക്കും എത്രയിലോട്ട് എത്തണം? 9.9 എത്തണ്ടേ? ഇതുവരെ ഓക്കെ ആണോ? യെസ്. അപ്പോ 9 രൂപയുടെ സാധനം 9.9 ആവുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് 10% റിട്ടേൺ ഉണ്ട്. സെറ്റ് ആണ്? ഓക്കെ, ക്ലിയർ ആണോ? 9 രൂപയുടെ സാധനം 10% റിട്ടേൺ കിട്ടി 9.9ലേക്ക് എത്തും. ഓക്കെ, ഇനി ഇതേ സംഭവം ശ്രദ്ധിക്കണേ. ഞാൻ 9 രൂപയുടെ സാധനം ഫസ്റ്റ് ഇയർ എനിക്ക് 10% റിട്ടേൺ കിട്ടി. അപ്പൊ എത്ര എത്തും? 9.9 എത്തൂലേ? യെസ്. ഞാൻ എന്താന്ന് വെച്ചാൽ ആ വർഷം 1 രൂപയുടെ അല്ലെങ്കിൽ ഒരു 0.5ന്റെ ഡിവിഡൻഡ് കൊടുക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? 9 രൂപയുടെ സാധനം എത്ര എത്തി? റിട്ടേൺ വരുമ്പോൾ ശരിക്കും 0.9 കിട്ടണ്ടേ? ആ 0.9 ഞാൻ 0.5 എന്തായിട്ട് കൊടുത്തു? ഡിവിഡൻഡ് എടുത്തു. അപ്പൊ ബാക്കി മാത്രമല്ലേ ഷെയറിന്റെ പ്രൈസിന് ഉണ്ടാവുള്ളൂ. സോ ബാക്കി എത്ര വരുന്നത്? 9.4 അല്ലേ? ദിസ് ഈസ് ദ P0 ഇൻറ്റു നമ്മൾ 1 പ്ലസ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആ വരുന്ന റിട്ടേൺ ഈൽഡ് ഓർ കെ എന്ന് പറയാം. ഓക്കെ ആണോ? സോ P0 ഇൻറ്റു 1 പ്ലസ് കെ ചെയ്തു. എന്നിട്ട് മൈനസ് എന്ത് ചെയ്തു? ഡിവിഡൻഡ് ഓഫ് ദാറ്റ് ഇയർ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? പ്രൈസ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ കിട്ടും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സോ അതന്നെയാണ് ഇവിടെ ഇവര് ചെയ്തിട്ടുള്ളത് ഈ ക്വസ്റ്റിന്റെ ബേസിസിലാണ്. ഓക്കെ, സോ കംപ്ലീറ്റ് എല്ലാം ലോജിക്കലാണ്. ക്ലിയർ ആണോ? 9 രൂപയുടെ സാധനം 10% ആണ് ഫസ്റ്റ് ഇയർ കിട്ടുന്നെങ്കിൽ 9.9 എട്ടണ്ടേ? നിങ്ങളോട് പിന്നെ പഠിക്കും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് എങ്ങനെ, ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ 9 രൂപയുടെ സാധനം 9.9 നിൽക്കും. നിങ്ങൾക്ക് കിട്ടേണ്ട 10% കിട്ടിയില്ലേ? ഫസ്റ്റ് ഇയർ എൻഡ് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 10% കിട്ടിയില്ലേ? 9 രൂപയുടെ സാധനം 9.9 ആവേണ്ടതാണ് 10% റിട്ടേൺ ആണെങ്കിൽ. അപ്പോ നിങ്ങൾ 0.5 ഞാൻ ഡിവിഡൻഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നു. പക്ഷെ അതിന്റെ പ്രൈസ് എത്ര എത്തി? ഡിവിഡൻഡ് എക്സ് ഡിവിഡൻഡ് കുറക്കണ്ടേ? ഡിവിഡൻഡ് ഓക്കെ, ഇത് കം ഡിവിഡൻഡ് പ്രൈസ് 9.9, ഡിവിഡൻഡ് ഒഴിവാക്കി, എക്സ് ഡിവിഡൻഡ് 9.4. ഫസ്റ്റ് ഇയർ നിങ്ങൾ വിറ്റു എന്ന് വിചാരിക്കും.
നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ 0.5 ഡിവിഡൻഡും കിട്ടി, 9.4 കിട്ടി. സോ ടോട്ടൽ 9 രൂപ ഇട്ടാൽ നിങ്ങൾക്ക് 9.9 ഫസ്റ്റ് ഇയർ അല്ലേ, 10% കിട്ടിയില്ലേ? അതാണ് സിറ്റുവേഷൻ. ക്ലിയർ ആണോ? സോ ഇതിന്റെ ബേസിസിലാണ് ഇവർ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നത്. നോക്ക്, ഇതൊന്നുമില്ല, അതാ P0. നമുക്കിപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നോക്ക്, ഇവിടെ എത്രയാ P0? പ്രൈസ് എത്രയാ? 9 അല്ലേ? യെസ്. സോ 9ന്റെ കൂടെ നിങ്ങൾക്ക് ഏതോ ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലേ? യെസ്. അതൊന്ന് ഡിവിഡൻഡ് ആയ 1 രൂപ ഒഴിവാക്കിയാ എന്ത് കിട്ടണം? ഫസ്റ്റ് ഇയർ എൻഡിലുള്ള പ്രൈസ് ആയ 9.75 കിട്ടണം. ഓക്കെ ആണോ? യെസ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാ ഈ 1 അപ്പുറത്തേക്ക് എടുത്തു. ഈ 1 അപ്പുറത്ത് എടുത്തപ്പോ എന്തായി? ഇതുപോലെ ആയില്ലേ? ആൻഡ് 9 ഇത് ആയോട്ട് എടുത്ത്. മനസ്സിലായാ? ഇവിടെ ഈ -1 അപ്പുറം എടുക്കുമ്പോൾ പ്ലസ് 10.75 ആയാ. ഈ 9 താഴെ എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ 9 അടിക്കണ്ടേ? സോ ലാസ്റ്റ് എന്ത് കിട്ടും? 1.1944 അല്ലേ കിട്ടാ? അതല്ലേ 1 + y, ആൻഡ് y വിൽ ബി 19.44. ഫസ്റ്റ് ഇയർ വരുന്ന റിട്ടേൺ എത്രയാ? 19.44. അതല്ലേ ഞാൻ നേരത്തെ പറയുന്നത്, 9 രൂപ സാധനം 1 രൂപ ഡിവിഡൻഡ് കിട്ടി. 1.75 0.75ന്റെ എന്തുണ്ട്? ക്യാപിറ്റലിന്റെ അപ്രീസിയേഷൻ ഉണ്ട്. സോ ടോട്ടൽ 1.75 ബെനിഫിറ്റ് ഉണ്ട് ഫസ്റ്റ് ഇയർ. സോ 1.75 ഡിവൈഡ് ബൈ 9.75 അടിച്ചാൽ ഡയറക്റ്റ് കിട്ടിയില്ലേ? ഇവർ ഇക്വേഷൻ ഇട്ട് ചെയ്തു, നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. സെറ്റ് ആണോ? സെയിം തിങ് നെക്സ്റ്റ് ഇയർ ചെയ്തു പോവാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എഴുതിക്കോട്ടോ. ഫസ്റ്റ് ഇയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ റിട്ടേൺ കൊടുക്കാം. ഫസ്റ്റ് ഇയർ റിട്ടേൺ എത്രേ നോക്കാം. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡിവിഡൻഡ് 1 റുപ്പി കിട്ടുന്നില്ലേ? 1 റുപ്പി കിട്ടുന്നുണ്ട്. പ്ലസ് 0.75 വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്താ 1 എന്താ? ഡിവിഡൻഡ് ആണ്. മനസ്സിലായോ? ആ 0.75 എന്ന് പറയുന്നത് നമുക്ക് 9.75 മൈനസ് 9 അല്ലെ? പ്രൈസിൽ വന്ന ചേഞ്ച് അല്ലേ? അപ്പൊ എനിക്ക് ശരിക്കും ഫസ്റ്റ് ഇയർ തന്നെ 1.75ന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് 9 rupees. So which is equal to എത്ര പെർസെന്റേജ് ആണ് നോക്ക്? 0.1944 equal to 19.44%. ക്ലിയർ ആണോ? തെറ്റല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് ഇങ്ങനെ കാണാം. ഓർ നോക്ക്, ഫസ്റ്റ് ഇയറിന്റെ മാത്രം ഞാൻ ഇക്വേഷൻ വെച്ചിട്ട് കാണിച്ചു തരാം. നോക്കടാ, P0 into 1 plus the return. അതായത് പ്രൈസ് ഇത്രയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇത്രയും റിട്ടേൺ കിട്ടി. അതിന് കുറച്ച് പോർഷൻ നമ്മൾ എന്തായിട്ട് കൊടുത്തു? ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. ബാക്കിയായിരിക്കും പ്രൈസ് ഉണ്ടാവുക. സോ നിങ്ങൾ 9 രൂപയുടെ സാധനത്തില് നിങ്ങൾക്ക് എത്രയോ റിട്ടേൺ കിട്ടി. ഓക്കെ, അതൊന്ന് നിങ്ങൾ ഡിവിഡൻഡ് ആയിട്ട് 1 രൂപ കൊടുത്തിട്ട് ലാസ്റ്റ് പ്രൈസ് എത്ര എത്തി? 9.75 എത്തി. സോ ഇത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് 1 + y = 1.1944 എന്ന് കിട്ടും അല്ലെ? അതായത് y = എത്ര കിട്ടി? 0.1944 തന്നെ കിട്ടിയില്ലേന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ സെയിം വേ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം വെച്ചിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ കണ്ടുപിടിച്ചോടെ? സെക്കൻഡ് ഇയർ റിട്ടേൺ എത്രയപ്പോ? സെക്കൻഡ് ഇയർ റിട്ടേൺ എത്രയാ? 1 റുപ്പി ഡിവിഡൻഡ് ഇല്ലേ? ഇത് എത്ര കൂടി? 1.75. സോ ടോട്ടലി 1 + 1.75 by 9.75. സോ സെക്കൻഡ് ഇയറിൽ റിട്ടേൺ വരുമ്പോൾ 9.75യുടെ മുകളിൽ എടുക്കുക. എത്ര കിട്ടി? 28.205. ഓക്കെ, സോ ഓൾമോസ്റ്റ് 21% അല്ലേ? നെക്സ്റ്റ് തേർഡ് ഇയർ.
തേർഡ് ഇയർ എത്രയാടാ? 6.08 ആണോ? നോക്ക് 1.20 അല്ലേ കിട്ടുന്നത്. നോക്ക് തേർഡ് ഇയറിൽ സ്റ്റാർട്ടിങ് പൈസ കിട്ടുന്ന എത്ര കിട്ടും? ഡിവിഡൻഡ് ദാറ്റ് ഇയർ തേർഡ് ഇയർ 1.2. സോ തേർഡ് ഇയർ 1.2 പ്ലസ് ഇവിടെ മൈനസ് ആ അല്ലേ? 0.50 divided by 11.5, so which is 6.08%. %. സെറ്റ് ആണോ? ആൻഡ് ലാസ്റ്റ് ഇയർ എത്രയാ? 1.25 ആ? 1.25 പ്ലസ് 0.4 ആ? by 11. Pretty 7 point. സെറ്റ് അല്ലേ? സെറ്റ് ആണോ? ആൻഡ് ജോമെട്രിക് മീനിങ് ആണ്. സോ GM ആണ്. എങ്ങനെ? ഫോർത്ത് റൂട്ട് ഓഫ് 1.1944 into 1.2421 into 2821 into 1.0608 into 1.077. ഇതിന്റെ ജോമെട്രിക് മീൻ എത്ര വരുന്നത്? ഫോർത്ത് റൂട്ട് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. 2 പ്രാവശ്യം റൂട്ട് അടിച്ചാൽ മതി. സ്ക്വയർ റൂട്ട് അടിക്കണമെങ്കിൽ 1 പ്രാവശ്യം റൂട്ട് അടിക്കുക. ഫോർത്ത് റൂട്ട് ആണെങ്കിൽ 2 പ്രാവശ്യം റൂട്ട് അടിക്കുക. സിമ്പിളാ. 8th റൂട്ട് ആണെങ്കിൽ 3 പ്രാവശ്യം റൂട്ട് അടിക്കുക. ആ 19 ടൈംസിന്റെ ആവശ്യം വരില്ല. മനസ്സിലായാ? എടാ 16ന്റെ റൂട്ട് എത്രയാ? 4 അല്ലേ? പിന്നെ ഒരു റൂട്ട് അടിച്ചാൽ 2 കിട്ടൂലേ? ഫോർത്ത് റൂട്ട് കിട്ടിയാ? മനസ്സിലായാ? ക്ലിയറാ? ഇപ്പൊ പറഞ്ഞേ. സോ നിങ്ങൾ 19 ടൈംസ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? 4 ആയതുകൊണ്ട് കുഴപ്പമില്ല. 8 ആണെങ്കിലും അതേപോലെ തന്നെ. 16ന്റെ റൂട്ട് എത്രയാ? 4 അല്ലേ? 4ന്റെ റൂട്ട് എത്രയാ? 2. 16ന്റെ ഫോർത്ത് റൂട്ടാണ് 2. 2⁴ അല്ലേ 16? മനസ്സിലായാ? സോ 2 പ്രാവശ്യം റൂട്ട് അടിച്ച ഫോർത്ത് റൂട്ട് കിട്ടും. എത്ര? 1.150 ആണോ? Yes. Therefore KE is equal to the rate എത്രയാ വരണ്ടേ? 15%. മനസ്സിലായാ? സോ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന എത്ര? 15% കിട്ടിയാൽ ദിസ് ഇസ് ദ സെയിം ഇഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അവള് കഴിഞ്ഞ ശ്വേത നേരത്തെ എഴുതിയിട്ട് 2 റൗണ്ട് ഉറങ്ങിയിട്ടായി. ഗൗരി ക്ലിയർ ആണ്. കംപ്ലീറ്റഡ്. ആടാ നിങ്ങള് ഇത് വേണം കേട്ടോ. ഒന്നുകൂടി പറയാമോ ഇനിയാ? ഓക്കെ സെറ്റ്. അടാ നിങ്ങള് ഉച്ചക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നിൽക്കട്ടാ. ഇവിടെ ഹരിക്ക് കാണണം. ഏതേരിയ കണ്ടാ മതി. നവാപ്പുണ്ട്.
പിന്നെ അടുത്ത പോർഷൻ നോക്കി ഇതിനായിട്ട് ബ്രേക്ക് എടുക്കാം. നെക്സ്റ്റ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ബ്രാക്കറ്റിൽ CAPM എന്ന് കൊടുത്തോ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ CAPM അപ്രോച്ച്. ഓക്കെ, CAPM approach. It describes linear relationship between risk and return of securities. Describes risk and return of securities. So ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ റിസ്ക് കൂടുതൽ എടുക്കുമ്പോൾ അതിന് കൂടുതൽ റിട്ടേൺ കിട്ടണം. ഓക്കെ, അപ്പൊ റിസ്ക് എത്രത്തോളം കൂടുന്നു അതേ പ്രൊപ്പോർഷനിൽ എന്ത് കൂടണം? റിട്ടേൺ കൂടണം. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? അപ്പോ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പറയാം. സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആയിരിക്കും കേട്ടോ. സോ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് പോലെയാ പോണ്ടേ. അതായത് ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരാറ്? പഠിച്ചിട്ടുണ്ട്, ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ A+BX മോഡൽ അല്ലേ ഉണ്ടാവുക? A+BX മോഡലായിരിക്കും എന്തുണ്ടാവുക? ലീനിയർ ഇക്വേഷൻ ഉണ്ടാവുക എപ്പോഴും അല്ലേ? ലീനിയർ ഇക്വേഷൻ എപ്പോഴും ഇതല്ലേ ഉണ്ടാവുക? ഫോർ എക്സാമ്പിൾ നോക്ക്, y is equal to 2 + 3x ആണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സിന് നിങ്ങൾ 1 ഇട്ട് കൊടുക്കുമ്പോ y എത്ര വരും? 5 അല്ലേ? എക്സിന് 2 ഇട്ട് കൊടുത്താലോ 8 ആ. 3 ഇട്ട് കൊടുത്താലോ 11 അല്ലേ? 4 ഇട്ടാല് 14 അല്ലേ? ഡിസ്റ്റൻസ് നോക്ക്, 3 3 3 3 പോലെ അല്ലേ പോവാ. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്ക്, എക്സിന് 0 ഇട്ട് കൊടുത്താ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? എക്സിന് 0 ഇട്ടാലോ 2 അല്ലേ? സോ സ്റ്റാർട്ടിംഗ് ഫ്രം 2. മനസ്സിലായോ? സോ y ആക്സിസിൽ 2ൽ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ? യെസ്. എന്നിട്ട് അടുത്ത 1 വരുമ്പോ ഇവിടെ എത്രയിലോട്ട് എത്തി? 5ലോട്ട് എത്തിയില്ലേ? 2 വരുമ്പോ 8ലോട്ട് എത്തിയില്ലേ? കണ്ടോ, ഇവിടെ ഡിസ്റ്റൻസ് സെയിം അല്ലേ? 1 കൂടുമ്പോ 3 വെച്ചല്ലേ കൂടുന്നേ. സോ ഇതെന്തായാലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സെറ്റ് ആണോ? അപ്പൊ ഇതാ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്, മനസ്സിലായോ അല്ലേ? സെറ്റ് ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കാര്യം കണ്ടു, സെയിം അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റിട്ടേൺ. അതായത് നിങ്ങൾ തീരെ റിസ്ക് എടുത്തിട്ടില്ലേലും നിങ്ങൾക്ക് ഇത് റിട്ടേൺ കിട്ടും. ബാങ്കിൽ നിന്ന് കിട്ടുന്നത് റിട്ടേൺ ഇത്രയാ. നിങ്ങൾ വണ്ടാണ് കൊണ്ടുപോയിട്ട് പൈസ ഇട്ടാൽ നിങ്ങൾക്ക് ഒരു 5% കിട്ടും എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റിസ്ക് ഫ്രീ റേറ്റ്. നിങ്ങൾ നേരെ കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടണം? റിസ്കിന് പ്രീമിയം കിട്ടണം. ക്ലിയർ അല്ലേ? സിമ്പിൾ. അപ്പൊ നിങ്ങൾ ഹൈ റിസ്ക് എടുക്കുമ്പോൾ ഹൈ പ്രീമിയം കിട്ടണ്ടേ? ഓക്കെ, സെറ്റ് ആണോ? എന്നിട്ട് എഴുതിക്കോ. Required rate of return equal to risk-free rate plus risk premium. Risk-free rate plus risk premium. Risk-free rate plus risk premium. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ റിസ്ക് ഫ്രീ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് RF ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്. സോ താഴെ ഇക്വേഷൻ KE is equal to RF. R ഇതിട്ട് താഴെ F എഴുതാം. RF പ്ലസ് എക്സാമിന് അധികം ചോദിക്കാറ് ഒന്നെങ്കിൽ ഗോർഡൻസ് മോഡൽ, ഗ്രോത്ത് മോഡൽ, അല്ലെങ്കിൽ ഇത് കേട്ടോ. RF പ്ലസ് ബീറ്റ ഇൻറ്റു
RM minus RF. RM minus RF. Okay. RM minus RF. Okay. So one by one. Okay. ശ്രദ്ധിച്ചേട്ടോ. What is K? Cost of equity. അത് ക്ലിയർ ആണ്. RF എന്താ? റിസ്ക് ഫ്രീ റേറ്റ്. അതും ക്ലിയർ അല്ലേ? സോ അത് എഴുതിക്കോട്ടോ. സോ K കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അത് വേണമെന്നില്ല. RF എന്താ? റിസ്ക് ഫ്രീ റേറ്റ് ആണ്. RF സ്റ്റാൻഡ്സ് ഫോർ റിസ്ക് ഫ്രീ റേറ്റ്. RF stands for risk free rate. Okay അല്ലേ? യെസ്. ഇനി ശ്രദ്ധിച്ചേട്ടോ. RM is market return. സോ മാർക്കറ്റ് കുറച്ചും കൂടി റിസ്കിയാണ്. അപ്പൊ കുറച്ചും കൂടി അധികം ഉണ്ടാവും. നിങ്ങൾ നോർമലി RF എന്ന് പറഞ്ഞിട്ട് ഇവര് ഒരു 10% തന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പൊ മാർക്കറ്റിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 15%. സോ മാർക്കറ്റിൽ ഗ്രോത്ത് വരുന്ന ഒരു 15% വെച്ചിട്ടാണ് വിചാരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ എക്സ്ട്രാ ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിന്റെ അതേ മൂവ്മെന്റ് ആണ് ആ ഷെയറും മൂവ്മെന്റ് ചെയ്യുന്നത് വിചാരിക്കും. മാർക്കറ്റിൽ 1% ചേഞ്ച് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറിനും ഒരേ 1% തന്നെയാണ് ചേഞ്ച് വരുന്നത് വിചാരിക്കും. സോ മാർക്കറ്റിന് അതേ റിസ്ക് അല്ലേ ആ കമ്പനിക്ക് ഉള്ളത്? മനസ്സിലായ? ഇവിടെ മാർക്കറ്റിൽ 1% കൂടി, ഷെയറിനും അപ്പൊ എത്ര കൂടാണ്? 1% കൂടാന്ന് വെച്ചോ. സോ ദ സെയിം മാർക്കറ്റ് റിസ്ക് ആണ്. സോ മാർക്കറ്റ് റിസ്ക് സെയിം വരുമ്പോ ഓക്കെ, ഇതാണ് ബീറ്റയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ 1% മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആ സെക്യൂരിറ്റി ആ ഒരു കമ്പനിയുടെ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനിയാണ്. ഇവിടെ KE അല്ലേ? K എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർ പൈസ ഇടുമ്പോൾ കമ്പനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ? സോ കമ്പനി A ഉണ്ടാവും, കമ്പനി B, C ഒക്കെ ഉണ്ടാവും. സോ കമ്പനി എന്റെ വേറെ, കമ്പനി ബിയുടെ വേറെ, കമ്പനി സിയുടെ വേറെയാ. മനസ്സിലായോ? സോ മാർക്കറ്റിൽ 1% മൂവ്മെന്റ് വരുമ്പോൾ കമ്പനി എക്ക് 1% ആണ് മൂവ്മെന്റ് എന്ന് വിചാരിക്കും. അപ്പൊ ബീറ്റ വിൽ ബി 1. എന്താണ് നമ്മൾ ഇത് പഠിച്ചില്ലേ? ലിവറേജ് സംഭവം സെയിം പോലെ. എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് റിട്ടേൺ, സോറി കമ്പനീസ് റിട്ടേൺ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയാം. 1% മാർക്കറ്റ് റിട്ടേൺ കമ്പനിയുടെ റിട്ടേൺ എത്ര ചേഞ്ച് വരും? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോ മാർക്കറ്റ് റിട്ടേൺ ഇപ്പൊ 1% ചേഞ്ച് വന്നു, കമ്പനി 2% കൂടുമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ബീറ്റ എത്ര വരും? 2 വരും. മനസ്സിലായോ? സോ ബീറ്റ സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് ലിവറേജ് സംഭവം തന്നെ. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് ആണോ? അപ്പോ ഇവിടെ 1 ആണെന്ന് വിചാരിക്കും. നിങ്ങളെ ബീറ്റ ഈക്വൽ ടു 1. ബീറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ അതേ റിട്ടേൺ തന്നെ അല്ലേ കമ്പനി തരാം. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് മീൻസ് ഇത് നോക്കുക. RM മൈനസ് RF എന്ന് പറഞ്ഞാൽ എന്താ? RM മൈനസ് RF എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ റിട്ടേൺ എത്രയായിരുന്നു ഇപ്പൊ ഇതില്? 15 അല്ലേ? മൈനസ് RF എത്രയാ? 10 അല്ലേ? അപ്പൊ എത്ര എക്സ്ട്രാ വരുന്നത്? 5. സി നിങ്ങൾക്ക് 10 എന്തായാലും കിട്ടും RF. അതിന്റെ കൂടെ എക്സ്ട്രാ എന്തും കൂടി കിട്ടും? ബീറ്റ ഇൻറ്റു RM മൈനസ് RF എന്നല്ലേ പറഞ്ഞേ? സെറ്റ് ആണോ? ഓക്കെ. അപ്പൊ ബീറ്റ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് മാർക്കറ്റിന്റെ അതേ റിസ്ക് ഉള്ള കമ്പനി. സോ മാർക്കറ്റിൽ 1% ചേഞ്ച് വരുമ്പോൾ ഇവിടെ 1% ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് RM മൈനസ് RF എത്ര വരും? 5 അല്ലേ? സോ ഫൈനൽ ആൻസർ വരുമ്പോൾ 10 പ്ലസ് 5 15 തന്നെ കിട്ടൂലേ? മനസ്സിലായോ? 10 പ്ലസ് 5 തന്നെ കിട്ടൂലേ? 15 തന്നെ കിട്ടും. അതായത് മാർക്കറ്റിന്റെ റിട്ടേണിലാണ് പോകുന്നെങ്കിൽ കമ്പനി ഓൾസോ ഗിവിംഗ് ദ മാർക്കറ്റ് സെയിം രീതിയിലാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ റിട്ടേൺ തന്നെ ആയിരിക്കും കിട്ടുക. നിങ്ങൾ എടുക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അതിന് മാർക്കറ്റിനേക്കാളും റിസ്ക് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് റിട്ടേണിനേക്കാളും കൂടുതൽ കിട്ടണ്ടേ? മനസ്സിലായ? സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ഒരു എക്സ്ട്രാനെ. ക്ലിയർ? സോ ബീറ്റ ചിലപ്പോൾ 1.2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 5 ഇൻറ്റു 1.2 വരും 6 ആവും. സോ 6 പ്ലസ് 10 16 കിട്ടും. തെറ്റാണോ? ഓക്കെ. അപ്പൊ എഴുതിക്കോ. K എഴുതി. RF ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് എഴുതിയില്ലേ? ഓക്കെ. മൂന്നാമത്തെ RM ഈക്വൽ ടു റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ, അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേൺ എന്ന് കൊടുത്താൽ മതി. മാർക്കറ്റ് റിട്ടേൺ. നെക്സ്റ്റ് RM മൈനസ് RF. RM മൈനസ് RFന് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയാം. RM മൈനസ് RF മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ക്ലിയർ ആണോ?
Lastly, beta. Beta, here you go. It is a sensitivity factor. Sensitivity factor. Okay. ഇത് കൊടുത്താൽ മതി. പെർസെന്റേജ് ചേഞ്ച് ഇൻ കമ്പനീസ് റിട്ടേൺ എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് ചോദിക്കില്ല കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കാന്നൊന്നും ചോദിക്കില്ല. ബീറ്റ ഡയറക്ട്ലി വാല്യൂ 1.22 എന്നൊക്കെ പറഞ്ഞ് തരും. ഓക്കെ, സോ സംഭവം ഇതാ, പെർസെന്റേജ് ചേഞ്ച് ഇൻ കമ്പനി റിട്ടേൺ ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ മാർക്കറ്റ് റിട്ടേൺ. ഇതേ സാധനം ബീറ്റ എന്ന് പറഞ്ഞിട്ടല്ല, വേറൊരു സാധനം നമ്മൾ പഠിക്കുന്നുണ്ട് ഫൗണ്ടേഷനിൽ. ഫൗണ്ടേഷൻ നമുക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. ബീറ്റനെ പോലെ ഒരു സാധനം പഠിക്കുന്നുണ്ട്. ഓർമ്മ ഉണ്ടെന്നെങ്കിൽ കഴിയില്ല. ബീറ്റ പറഞ്ഞാൽ മനസ്സിലാവില്ല, ബി പറഞ്ഞാൽ മനസ്സിലാവും. ബീറ്റ അല്ല, ബി, BYX, BXY, റിഗ്രഷൻ കോറിലേഷൻ, റിഗ്രഷൻ കോഎഫിഷ്യന്റ്. എന്താണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് Y/X, BYX എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അവിടെ. അതായത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒരു ഡിപെൻഡന്റ് അല്ലേ, ഡിപെൻഡന്റ് വേരിയബിൾ ഓൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ചെറിയൊരു മാറ്റം കാരണം ഡിപെൻഡന്റ് വേരിയബിൾ എത്ര മൂവ്മെന്റ് വരും എന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിൽ ഒരു ഇത്ര മൂവ്മെന്റ് വരുമ്പോൾ എത്ര വരും? ശരിക്കും ഇത് BYX ആണ്, വേറെ എക്സ് ഇസ് ദ മാർക്കറ്റ്. അതാണ്, പോട്ടെ, അത് വേണ്ട. അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്, ഫൗണ്ടേഷനിലേ പഠിച്ചിട്ടില്ല. ഓർമ്മയുണ്ടാ? അത് ചോദിക്കൂല ഇവിടെ. ഇപ്പോ ഫൗണ്ടേഷൻ പഠിപ്പിക്കാത്ത ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കുമ്പോൾ ബീറ്റ ക്വസ്റ്റ്യനിൽ തരും, തീർന്നു, അടുത്ത, അത്രേ ഉള്ളൂ. ഫൗണ്ടേഷനിലേക്ക് ആണ് എടുക്കുന്നതുകൊണ്ടാണ് അറിയാം അത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന സാധനം വരുന്നുണ്ട്. ഇവിടെ ചോദിക്കൂല. ഇവിടെ നിങ്ങൾക്ക് ബീറ്റ ഈക്വൽ ടു 1.2, 1.3 ഡയറക്ട്ലി വാല്യൂ ഇട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? ചിലപ്പോൾ കുറച്ച് ടഫാക്കണമെങ്കിൽ ചോദിക്കാം, മാർക്കറ്റിൽ 2% ചേഞ്ച് വരുമ്പോൾ ഇവിടെ 5% ചേഞ്ച് വരുന്നുണ്ട്, അപ്പൊ ബീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? സോ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ കമ്പനീസ് റിട്ടേൺ ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ മാർക്കറ്റ്. സെറ്റ് അല്ലേ? ആൻഡ് വൺ മോർ പോയിന്റ്, ലാസ്റ്റ് വൺ, ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ബീറ്റ ഇൻറ്റു RM മൈനസ് RF. നോക്ക്, RM മൈനസ് RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ 15%, RF ഈക്വൽ ടു 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% അല്ലേ വരുന്നത്. സോ മാർക്കറ്റിനേക്കാൾ എത്ര കൂടുതലുണ്ട്? ഇത് ഏത് കമ്പനി എടുക്കുമ്പോഴും സെയിം ആണ്. പക്ഷെ ദ ഓൺലി ചേഞ്ച് എവിടെ വരിക? ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പനി. ബീറ്റയിൽ മാറ്റം വരും. മനസ്സിലായോ? എല്ലാ ഇക്വേഷൻ ഇപ്പൊ ABC എന്നുള്ള 4-5 കമ്പനി ഉണ്ട്. എല്ലാ കമ്പനിയിലും ബാക്കി വാല്യൂസ് സെയിം ആണ്, നമ്മൾ ബീറ്റ മാത്രമേ മാറുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ബീറ്റ ഇൻറ്റു RM മൈനസ് RF എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് റിസ്ക് പ്രീമിയം, സെക്യൂരിറ്റിയുടെ റിസ്ക് പ്രീമിയം എന്ന് പറയാം. സോ ബീറ്റ ഇൻറ്റു RM മൈനസ് RFനെ റൈറ്റ് സെക്യൂരിറ്റീസ് റിസ്ക് പ്രീമിയം. നേരത്തെ മാർക്കറ്റ് റിസ്ക് പ്രീമിയം, ഇത് സെക്യൂരിറ്റീസ് റിസ്ക് പ്രീമിയം. നിങ്ങൾ എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷെയറിലാണെങ്കിൽ ഷെയറിന്റെ കാര്യമാണ്. സെക്യൂരിറ്റീസ് മീൻസ് മാർക്കറ്റിലുള്ള ഇപ്പൊ ഡിബെഞ്ചർ, ഇക്വിറ്റി, അതൊക്കെ ഓരോരോ സെക്യൂരിറ്റീസ് ആണ്. ബീറ്റ ഇൻറ്റു RM മൈനസ് RF സെറ്റ് ആണോ? ഇപ്പൊ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച ആൻസർ 12. 11 ചെയ്തു. 12, 11 അല്ലേ ഇപ്പൊ ചെയ്ത അല്ലേ? ഓക്കെ, 12. റിസ്ക് ഫ്രീ റേറ്റ് എത്രയാ? 10. ഫേമിന്റെ ബീറ്റ 1.7. റിട്ടേൺ ഓൺ ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ, റിട്ടേൺ ഓൺ ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റിട്ടേൺ ആണ്, RM ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. റിട്ടേൺ ഓൺ ദ മാർക്കറ്റ് ആണോ അല്ല മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞിട്ടാണോ തരുന്നത് നോക്കണം. മനസ്സിലായോ? ചിലപ്പോൾ മാർക്കറ്റ് റിട്ടേൺ ആയിരിക്കില്ല പറയാം, ഡയറക്ട്ലി RM മൈനസ് RF ആണെന്ന് പറയാം. മാർക്കറ്റ് റിസ്ക് പ്രീമിയം തരാം ചാൻസ് ഉണ്ട്.
So 10% plus 1.75 into 5%. So we'll get 18.75%. So 13 നമ്മൾ ഓൾറെഡി ചെയ്തു, 14 ചെയ്തു, 15 സെയിം തിങ് റീറ്റെയിൻഡ് ഏർണിംഗ്സിലും CAPM മെത്തേഡിൽ കണ്ടുപിടിച്ചുകൂടെ? ഇത് ക്വസ്റ്റ്യൻ നോക്കി, 15 ഇല്ലസ്ട്രേഷൻ 15 നോക്ക്. ABC company provides the following details: 7%, 1.2, 6%. Calculate cost of retained earnings based on the RF എത്രയാ? ബീറ്റ തന്നിട്ടില്ലേ? ഡയറക്ട്ലി RM minus RF വന്നിട്ടുണ്ട്. Yeah. Answer is 14 point. %7 plus 1.2 into 6%, 14.2%. അതും കംപ്ലീറ്റ് ആയത്. 16 കംപ്ലീറ്റ് ആയി, 17 കംപ്ലീറ്റ് ആയി. സോ ഇല്ലസ്ട്രേഷനിൽ ഇനി ബാക്കി 18 മാത്രം. സോ 17 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇല്ലസ്ട്രേഷൻസ്. സെറ്റല്ലേ? ആൻഡ് പ്രാക്ടിക്കലിൽ ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു ക്വസ്റ്റ്യന്റെ പകുതി കംപ്ലീറ്റ് ചെയ്തു. സോ പ്രാക്ടിക്കലിൽ ഹാഫ് ക്വസ്റ്റ്യൻ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ക്വസ്റ്റ്യൻ അല്ലെ കൺവേർട്ടിബിൾ മുമ്പ് ഉണ്ടായിട്ടില്ല, ഇതിപ്പോ പുതിയ ടെക്സ്റ്റ് ബുക്കിലോട്ട് ഇത് കൊണ്ടുവന്ന. സോ ആക്ച്വലി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. യെസ്, വിൽ ടേക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പൊ ഇതും ആ ക്വസ്റ്റ്യന് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആയത്. ചാപ്റ്റർ ഓവർ. ഇപ്പൊ ഓക്കെ അല്ലേ ചാപ്റ്റർ? ബ്രേക്ക് എടുത്തു. എത്ര മണിക്ക് വരാം?